शिवात्मानं शिवोत्तम शिवमार्गप्रणेतारं हरोऽस्मि सदाशिवसमारम्भां शङ्कराचार्यमध्यमां मदाचार्यपर्यन्तां वन्दे गुरुपरम् ीलाम्बरं करव्यालितशङ्खचक्रकौमोदयी सरसिजं जगुणासंयराधासहायम् अतिसुन्दरमन्दहासं वातारवेशम् ईशं प्रति भावयामि ഞാനിന്ന് ഇവിടെ പ്രഭാഷണം ചെയ്യുന്നത് ഭഗവത്ഗീത എന്ന മഹത്തായ കാവ്യത്തിൻ്റെ ചില സവിശേഷതകളെ കുറിച്ചാണ്. ആധുനിക കാലഘട്ടത്തിൽ ഭഗവത്ഗീത എങ്ങനെ നമ്മെ മുന്നോട്ട് നയിക്കും, അല്ലെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനുണ്ട് എന്ന ഒരു വിചിന്തനമാണ് എളിയ തോതിൽ ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഭഗവത്ഗീത ധ്യാനം എന്ന പേരിൽ ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ കുറച്ച് ശ്ലോകങ്ങൾ കാണാം. അത് പലർക്കും അറിയാമെന്ന് തോന്നുന്നു. പാർത്ഥായ പ്രതിബോധിതാം എന്നൊക്കെ പറഞ്ഞ് പലർക്കും അറിയാവുന്ന ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീത ആരുപദേശിച്ചു, ആർക്ക് ഉപദേശിച്ചു, എവിടെ വെച്ച് ഉപദേശിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഭഗവത്ഗീതയിലെ പ്രമേയം എന്താണ്, ഭഗവത്ഗീത എന്ത് ചെയ്യുന്നു തുടങ്ങിയ കുറേ കാര്യങ്ങൾ ആ ധ്യാന ശ്ലോകത്തിലുണ്ട്. ആ ധ്യാന ശ്ലോകങ്ങളിൽ പ്രസിദ്ധമായ എന്ന് ഞാൻ കരുതുന്ന ഒരു ധ്യാന ശ്ലോകം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഭീഷ്മദ്രോണതദാ ജയദ്രഥജല ഗാന്ധാരവീരോപര ശൈലഗ്രാഹവതി കൃപേണ വഹൈ കർമ്മേണ മേലാസുര അശ്വത്ഥാമവി കർമ്മ ഘോരമകൈ ദുര്യോധനാവർത്തിനി സ്തോത്യേർനാഥരു ഭാരതൈരണമതി പണ്ഡവൈരണമതി കൈവർത്തകേശവ. ഇങ്ങനെയൊരു ശ്ലോകം. ആ ശ്ലോകം എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീഴുന്ന ശ്ലോകമാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഒരു രണനദി കേൾക്കാം. രണനദി രണനദി കൈവർത്തക കേശവ. രണനദി എന്ന് പറഞ്ഞാൽ, രണം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, യുദ്ധമാകുന്ന ഒരു നദി. ആ യുദ്ധമാകുന്ന നദിയിൽ നിന്ന് പാണ്ഡവേഹി കൈവർത്തക കേശവ, പാണ്ഡവന്മാരെ രക്ഷിച്ച കടത്തിവിട്ടവനാരാണ്, കൈവർത്തകനാരാണ്, കേശവനാണ്. അപ്പോൾ ഒരു രണനദിയെ കുറിച്ച് പറയാം. പാണ്ഡവന്മാരെ ആ രണനദിക്ക് അപ്പുറത്തേക്ക് കടത്തിവിട്ടത് ശ്രീകൃഷ്ണൻ ആണ്, നാവികനായ ശ്രീകൃഷ്ണനാണ് എന്ന് പറയും. എന്നിട്ട് ആ രണനദിയുടെ വിശേഷതകൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറയുക. ഒരു നദി സങ്കല്പിച്ചോളൂ. നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരു നദിയെ സങ്കല്പിച്ചു. രണം യുദ്ധം എന്ന് പറയാം.
ആദ്യമായിട്ട് ഒരു നദിക്ക് ഇരു കരകളുണ്ട്. ഈ രണനദിക്ക് ഏതാണ് ഇരു കരകൾ? ഭീഷ്മ ദ്രോണ തട. ഒരു കര ഭീഷ്മനാണ്, മറ്റേ കര ദ്രോണനാണ്. അപ്പോൾ ഭീഷ്മ ദ്രോണം മഹാഭാരതത്തിലെ രണ്ട് അജയ്യരായ കഥാപാത്രങ്ങളാണ്. ഗുരുനാഥന്മാരാണ്. പിതാമഹനാണ് ദ്രോണര്, ധാർമ്മികരാണ്. അങ്ങനെ പല മഹത്വമുള്ള ആൾക്കാരാണ് ഈ രണ്ട് വ്യക്തികൾ, ഭീഷ്മര് ദ്രോണര്. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കൂടുതൽ അർത്ഥത്തിലേക്ക് ഞാൻ പിന്നീട് വരും. അപ്പോൾ കര എന്ന് പറയുന്നത് ഒരു കര ഭീഷ്മരാണ്, ഒരു കര ദ്രോണരാണ്. നദിയാകുമ്പോൾ അതിന് ജലം വേണം. ജയദ്രഥ ജല. ജയദ്രഥൻ ആണ് അതിന് വെള്ളം. ജയദ്രഥൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കൗരവന്മാരിൽ ഏക സഹോദരിയുണ്ട്. കൗരവന്മാർക്ക് എല്ലാവർക്കും കൂടി ദുഷ്ട പേര്. ആ ദുഷ്ടതയുടെ ഭർത്താവാണ് ഈ ജയദ്രഥൻ. ആ ജയദ്രഥനാകുന്ന ജലം. ഇപ്പൊ കരകൾ ഭീഷ്മരും ദ്രോണരുമാണ്, വെള്ളം ജയദ്രഥനാണ്. ഇനി ആ വെള്ളത്തില് ഗാന്ധാര നീലോപല. ഗാന്ധാരൻ ആരാന്നറിയോ? ഗാന്ധാരിയുടെ സഹോദരനായിട്ടുള്ള ശകുനി, അതാണ് ഗാന്ധാരൻ. അതാകുന്ന നീല ഉപലം, ഉപലത്തെ കല്ല. അപ്പൊ ഈ നദിയില് പാറക്കെട്ടുകളുണ്ട്. ആരാ ഈ പാറക്കെട്ട് എന്ന് പറയുന്നത്? ഗാന്ധാരൻ. ഗാന്ധാരൻ ആരാണ്? ശകുനി. ശകുനിയാകുന്ന പാറക്കെട്ടുകൾ അടുത്തടുത്ത്. ഗാന്ധാര നീലോപര. ശല്യഗ്രാഹവതി. ശല്യൻ എന്ന ഒരു ഗ്രാഹം, മുതല. ശല്യൻ എന്ന ഒരു മുതല അതിൻ്റെ ഉള്ളിലുണ്ട്, ഈ രണനദിയുടെ ഉള്ളിലുണ്ട്. കൃപേണ വഹനി. വഹനിക്ക് ഒഴുക്കാണ്. ആരാണ് ഈ ജലത്തിൻ്റെ ഒഴുക്ക്? കൃപാചാര്യരാണ് ഒഴുക്ക്. കൃപേണ വഹനി. പിന്നെ കർണേന വേലാകുല. ഇടയ്ക്കിടയ്ക്ക് തിരമാലകളുണ്ട്, അലകൾ ഇങ്ങനെ പോകുന്നുണ്ട് നദിയിൽ. അതാരാണ് ഈ അലകൾ? കർണനാകുന്ന വേലകളോട് കൂടിയത്, അലകളോട് കൂടിയത്. പിന്നെ അശ്വത്ഥാമ വികർണ ഘോര മകരി. അശ്വത്ഥാമാവ് ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് വികർണൻ, തമ്മിലുള്ള ഒരാൾ വികർണൻ. അതാകുന്ന ഘോര മകരി. മകരിച്ച മത്സ്യമാണ്. അപ്പോൾ രണ്ട് വലിയ മത്സ്യങ്ങൾ, തിമിംഗലം പോലെയുള്ള രണ്ട് വലിയ മത്സ്യങ്ങളുണ്ട്. ഒന്ന് അശ്വത്ഥാമാവാണ്, മറ്റൊന്ന് വികർണനാണ്. അശ്വത്ഥാമ വികർണ ഘോര മകരി. ദുര്യോധന ആവർത്തിനി. ആവർത്തം എന്ന് വെച്ചാൽ ചുഴി. ചുഴി എന്ന് പറയുന്നത് അതാണ് ആവർത്തം. ദുര്യോധനാകുന്ന ചുഴി. അപ്പൊ നദിയുടെ സ്വരൂപം നല്ലോണം ആലോചിക്കാം. എന്താ നദിയുടെ സ്വരൂപം? രണ്ട് കരയുണ്ട്. ആരാ രണ്ട് കര? ഒന്ന് ഭീഷ്മരാണ്, മറ്റേത് ദ്രോണരാണ്. ഈ ജീവിതമാണ് ഈ നദി എന്നൊന്ന് സങ്കല്പിച്ചോളൂ. ഈ രണനദി നമ്മുടെയൊക്കെ ജീവിതമാണ് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് കര ഏതാണ്? ജീവിതത്തിൻ്റെ രണ്ട് കര. ഒന്ന് ജനനമാണ്, മറ്റേത് മരണമാണ്. ജനിമൃതി. ഈ ജനിമൃതി എന്ന് പറയുന്നത് ശാശ്വതമാണ്.
ജനിക്കുന്നു മരിക്കുന്നു, ഇത് രണ്ടും കൂടെ ഉണ്ട്, അതിനൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഭീഷ്മരും ദ്രോണരും അതിൻ്റെ ആ കരയായി മാറിയത്. അപ്പൊ ഇവിടെ പറയുന്നത് ജീവിതമാകുന്ന രണനദിയെ കുറിച്ചിട്ടാണ്. ഈ ജീവിതമാകുന്ന രണനദിക്ക് രണ്ട് കരയുണ്ട്. ജനി ഒന്ന്, മൃതി മറ്റൊന്ന്. ജനിമൃതികളുടെ നടുക്ക് ഒഴുകുന്ന ഒരു പ്രവാഹമാണ് ഈ ജീവിതം. അത് ജയദ്രഥനാണ് ആ പ്രവാഹം എന്ന് പറയുമ്പോൾ. ജയദ്രഥൻ മഹാഭാരതത്തിലെ പലതരയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. അർജുനന്റെ പുത്രനായ അഭിമന്യുവിനെ പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കിടന്ന അഭിമന്യുവിനെ, പുറത്തേക്ക് വരാൻ അറിയാത്ത അഭിമന്യുവിനെ വധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഈ ജയദ്രഥൻ. അത് കേട്ടറിഞ്ഞു വന്ന അർജുനൻ തൻ്റെ മകൻ മരിച്ചു എന്ന് കേട്ടറിഞ്ഞു വന്ന അർജുനൻ ഒരു ശപഥം ചെയ്യാണ്: എൻ്റെ മകനെ കൊന്നവൻ്റെ ശിരസ് നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാൻ അറുത്തിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും എന്നാണ് പ്രതിജ്ഞ. അപ്പൊ കൗരവന്മാരെല്ലാവരും കൂടി ജയദ്രഥനെ പിറ്റേ ദിവസം രംഗത്തേക്ക് കൊണ്ടുവന്നില്ല, യുദ്ധരംഗത്തിൽ പിന്നിൽ നിർത്തിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ കണ്ടാൽ അർജുനൻ വധിക്കും. അപ്പൊ വധിക്കാതിരുന്നാൽ അർജുനൻ അഗ്നിയിൽ ചാടി മരിക്കുള്ളൂ. അപ്പൊ തങ്ങളുടെ വലിയ ശത്രു ഒഴിവാകുമെന്ന് വിചാരിച്ച് ജയദ്രഥനെ പിന്നിൽ നിർത്തിയുള്ളൂ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ, ഏതാണ്ട് പകൽ അന്തിയാവാറായ സമയത്ത് സൂര്യനെ പെട്ടെന്ന് അങ്ങ് സുദർശന ചക്രം കൊണ്ട് മറിച്ചു. പകല് പോയി, ഇരുള് വന്നു. ജയദ്രഥൻ സന്തോഷത്തോടു കൂടി ഈ സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് വന്നു. സുദർശനം മാറി, വെയിൽ വന്നു, അർജുനൻ സംഘമൊന്നു. ഇങ്ങനെ ഉള്ളൊരു പ്രത്യേക സ്വഭാവത്തോടു കൂടിയ കഥാപാത്രമാണ് ഈ ജയദ്രഥൻ എന്ന് പറയുന്നത്. പേര് ജയത്തിലേക്ക് രഥം ഓടിക്കുന്നവനാണ്. ജയദ്രഥൻ എന്നൊക്കെ പറഞ്ഞാൽ ജയത്തിലേക്ക് രഥം ഓടിക്കുന്ന ആളാണ്. ഇപ്പൊ ദശരഥൻ ഒരു വാക്കുകൾ ചേർന്നോളൂ. 10 ദിക്കിലേക്ക് രഥം ഓടിക്കുന്നവനാണ് ദശരഥൻ എന്ന വാക്കിനാണ്. അതുപോലെ ജയദ്രഥൻ എന്ന വാക്കിന് ജയത്തിലേക്ക് രഥം ഓടിക്കുന്നവൻ. പക്ഷേ ആ രഥം പോകുന്ന വഴികളൊക്കെ ധാർമ്മികമാകണമെന്ന് നിർബന്ധമില്ലാത്തവരില്ല. അതാണ് ജലം. ഈ ജീവിതമാകുന്ന ഈ നദിയിലെ വെള്ളം, ആ വെള്ളം അപകടകാരിയാണ്. ആ വെള്ളം തന്നെ അപകടകാരിയാണ്. പിന്നെ അതിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകളെന്ന് പറഞ്ഞാൽ ആരാണ് പാറക്കെട്ടായിട്ട് വന്നത് ഈ രണനദിയില്? അവിടെ ശകുനിയാണെങ്കിൽ ഇവിടെ ശരിക്കുള്ള പാറക്കെട്ടുകൾ തന്നെ. അതായത് പ്രതിബന്ധങ്ങളാകുന്ന പാറക്കെട്ടുകളാണ് ഈ നദിയിൽ, ജീവിതമാകുന്ന നദിയിൽ നമുക്ക് നേരിടാനുള്ളത്. പ്രതിബന്ധങ്ങളാകുന്ന പാറക്കെട്ട്. അപ്പോ ജനിമൃതിയാണ് രണ്ട് കലാന്ന് മനസ്സിലായി. ജലം ചതിക്കുന്നതാണ് ജലം എന്ന് മനസ്സിലായി. അതായത് നമ്മൾ ആഴമില്ലാതെ കരുതിയിട്ടാൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആഴത്തിലേക്ക് വീണ് പോകും, നമ്മൾ മരിക്കും. ഇതാണ് ജലത്തിൻ്റെ പ്രത്യേകത. അവിടെ ആ ജലത്തിലാണെങ്കിലും ധാരാളം പാറക്കെട്ടുകളുണ്ട്, ധാരാളം പ്രതിബന്ധങ്ങളുണ്ട് ജീവിതമാകുന്ന നദിയുടെ പ്രവാഹത്തിൽ. അത് അതിശക്തിയായ ഒഴുക്കാണ്, വഴി ഒഴുക്കാണ്. മാത്രമല്ല തിരമാലകൾ ധാരാളം ഉണ്ടാകുന്നു. അപ്പുണ്ടാകുന്ന വൈകാരികങ്ങളായ വിക്ഷോഭങ്ങൾ എത്രയെത്രയാണ് ജീവിതത്തിലുള്ളത്. ഈ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ തിരമാലകൾ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ എത്രയെത്ര വൈകാരിക മുഹൂർത്തങ്ങളുണ്ട്, എത്രയെത്ര സാഹസിക സന്ദർഭങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന വൈകാരികമായ വിക്ഷോഭങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കും. അപ്പൊ കർണയേന വീരാകുക.
ഒരു ഒരു മുതലയും ശൈലൻ രാഹവതി ശൈലൻ ഒരു മുതലയും മുതല എപ്പോഴും വായ വളർന്നുകൊണ്ടിരിക്കുന്ന മുതലയാണ്. എന്തിനും കിട്ടിയാൽ എഴുതാൻ സന്നദ്ധനായി നിൽക്കുന്ന മുതലയാണ്. ജീവിതം അങ്ങനെ തന്നെയാണ്. അപകടങ്ങൾ അങ്ങനെ പതിയിരിക്കുന്നതാണ് ജീവിതം. എവിടെയാണ് ഈ അപകടം പതിയില്ലാത്ത സ്ഥലം ചോദിച്ചാൽ അത് ഇല്ലാന്ന് പറയാം. മാത്രമല്ല വേണമെങ്കിൽ പറയുകയും ചെയ്യാം. നമുക്ക് നമ്മളൊരു പാമ്പിൻ്റെ വായിലിരിക്കുന്നവരാണ് ജീവിതത്തിൽ. എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞല്ലോ, വന്യസന്തത്ത ലോഹവസ്തു കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോചനേതസാ ഭോഗങ്ങൾ നേടുന്നു. പാമ്പിൻ്റെ വായില് ചക്ഷുശ്രവണ ഗണസ്ഥമാം നിർദ്ദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോചനേതസാ ഭോഗങ്ങൾ തേടുന്നു. എഴുത്തച്ഛൻ്റെ രാമായണം എന്താ പറയണത്? ചക്ഷുശ്രവണം എന്ന് പറഞ്ഞ പാമ്പ്. ആ പാമ്പിൻ്റെ ഗളസ്ഥം തൊണ്ട, ആ തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ചക്ഷുശ്രവണത്തിൻ്റെ തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന നിർദ്ദുരൻ തവള. ഇപ്പൊ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള പാമ്പ് എപ്പോഴാണ് വിഴുങ്ങുക എന്ന് അറിയില്ല. ഇത് ഓർക്കാതെ ആ വായിൽ ഇരുന്നിട്ട് ഭക്ഷണത്തിന് അപേക്ഷിക്കുകയാണ്. നാവും നീട്ടിയിട്ട് ഭക്ഷണം അങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആപത്തിൻ്റെ വായിലാണ് നമ്മൾ ഇരിക്കുന്നത്. മരണം എന്ന കാലം എന്ന പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ വായിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. എപ്പോഴാണ് മരണം വീഴുക നമുക്ക് ആർക്കും അറിയില്ലല്ലോ, ഉറപ്പ്. എന്നിട്ടോ ഈ മരണമെന്ന് ഓർത്തിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ മഹാഭാരതത്തിൽ ഒരു യക്ഷപ്രശ്നം എന്ന് തോന്നുന്നൊരു പ്രകടനം പാണ്ഡവന്മാരെല്ലാവരും കൂടി സഞ്ചരിക്കുന്ന സമയത്ത് കാനനവാസ കാലത്താണ്. വെള്ളം ദാഹിച്ചപ്പോൾ തടാകം കണ്ടു. ആ തടാകത്തിൻ്റെ അടുത്ത് ചെന്ന് വെള്ളം കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ യക്ഷൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടുള്ളൂ തോന്നി, ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ചത്തു വീഴുന്നു പറഞ്ഞു. മറ്റുള്ളവർക്ക് ശ്രദ്ധിച്ചില്ല, അവർക്ക് വെള്ളം കുടിച്ചു. യുധിഷ്ഠിരൻ മാത്രം നിന്നു. യുധിഷ്ഠിരനോട് ചോദ്യം ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദ്യം യക്ഷൻ. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അത് നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ പഠിച്ച നമ്മളൊക്കെ പറയും 7 അത്ഭുതങ്ങളെന്നൊക്കെ നമ്മൾ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ് അതല്ല യക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ധർമ്മത്തിന് പറഞ്ഞു. അഹന്യഹരി ഭൂതാനി യക്ഷന്തീഹ യമാലയം. അഹന്യഹരി ദിവസം തോറും ആളുകൾ ഇങ്ങനെ യമലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനുനിമിഷം നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ മരണം ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ശേഷ നമ്മുടെ പോലെയുള്ള ആളുകൾ പാവനവിക്ഷന്തി ഈ അത്ഭുതം ഇടംപരം. എന്നിട്ട് നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? നമ്മളൊക്കെ ഇവിടെ സ്ഥിരവാസത്തിന് വന്നവരാണ്, നമ്മളെവിടെയും പോകുന്നില്ല എന്ന് ഭാവിച്ചിട്ടാണ് പിടിക്കുക. ഇതിൽ പല അത്ഭുത ഈ ലോകത്തിൽ ഉടനെ യക്ഷൻ സമ്മതിച്ചു. എല്ലാം അന്യന്മാരെ ജീവിപ്പിച്ചു കൊടുത്തു. ധർമ്മോത്തരെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം പറയാം. അപ്പോൾ ഈ ലോകത്തിന് തീർച്ചയായിട്ടും സംഭവിക്കാവുന്ന ഒന്നും വരണം. അത് സംഭവിക്കുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ആ മരണത്തിൻ്റെ വായു ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതാശ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ശൈല രാഹവതി കൃപേണ വഹനി. ഒഴുക്ക് ശക്തിയായ ഒഴുക്കാണ് ജീവിതത്തിൽ. കർണേന വേലാകുല വികാര വിക്ഷോഭങ്ങളാണ്. പിന്നെ 2 മെച്ചങ്ങൾ പറഞ്ഞു. അശ്വത്ഥാമ വികർണ ഘോരമകരി. ഈ അശ്വത്ഥാമാവെന്ന് കഥാപാത്രം ആരാന്ന് പറയുന്നത്? ദ്രോണരുടെ മകനാണ് അശ്വത്ഥാമ. ആ ദ്രോണരാണെങ്കിലോ വളരെ ദരിദ്രനായ ബ്രാഹ്മണനാണ്. ആ ദ്രോണര് ദ്രുപദന്റെ ഒപ്പം ഗുരുനാഥന്റെ കീഴിൽ പഠിച്ച ആളാണ്. ദ്രുപദ മഹാരാജാവ്, പിന്നീട് മഹാരാജാവായ ആളാണ് ദ്രുപദൻ. അവര് കുട്ടിക്കാലത്ത് ദ്രോണരും ദ്രുപദരും ഒന്നിച്ച് പഠിച്ചു.
എന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദ്രോണർ വളരെ എഴുതുന്നതാണ്. അപ്പോൾ ഈ ദ്രുപദൻ പറയും, ഞാൻ രാജാവായാൽ എൻ്റെ ദാരിദ്ര്യമൊക്കെ മാറ്റിത്തരാറുണ്ട്, എനിക്ക് ഞാൻ രാജ്യത്തിൻ്റെ പകുതിയെങ്കിലും തരും എന്നൊക്കെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. ദ്രോണർ വലുതായി, അദ്ദേഹം വിവാഹം കഴിച്ചു, ഒരു മകനുണ്ട്. മകന് ഭക്ഷണം കൊടുക്കാൻ തന്നെ യാതൊരു മാർഗവുമില്ല. പാലന് വന്ന സാധനമാക്കി കണ്ടിട്ട് പോലുമില്ല. വെള്ളമാണ് അതിന് പകരം കുടിക്കുക. അപ്പോൾ ആളുകളൊക്കെ കളിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നവർ ഈ അരിമാവ് കലക്കിയിട്ടിട്ട് പാലാണ് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടിയൊക്കെ കുടിക്കുമ്പോൾ ആരാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ അവമാനം എത്രത്തോളം സഹിക്കാമോ അത്രത്തോളം സഹിക്കാമെന്ന് ദ്രോണൻ. ആ ദ്രോണരുടെ കഥയ്ക്ക് പോയാൽ ഭഗവത്ഗീതയിൽ വരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് അതെല്ലാം പോണില്ല. അശ്വത്ഥാമാവ് താൻ അച്ഛന് മരിച്ചതോടുകൂടി അശ്വത്ഥാമാവ് പകയുടെ മൂർത്തിയായിട്ട് മാറിയതൊക്കെയായിട്ട് മഹാഭാരതത്തിൽ കാണുന്നത് മറ്റൊരു വിഷയമാണ്. അപ്പം അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ വീറിൻ്റെ ഒരാളാണെന്ന് വിളിച്ചു. തീർത്താൽ തീരാത്ത പകയുടെ ഒരു പ്രകൃതമാണ് അശ്വത്ഥാമാവ് എന്ന് വിചാരിച്ചു. ആ പക ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ് ഈ സാധനങ്ങളൊക്കെ. അങ്ങനെയുള്ള മഹാമത്സ്യങ്ങൾ. ദുര്യോധനൻ എന്ന ഒരു ചുഴിയാണ് ഏറ്റവും പേടിക്കേണ്ടത്. വഞ്ചിയിലാക്കാൻ പോണ സമയത്ത് ചുഴിയിൽപ്പെട്ടാൽ വഞ്ചികനങ്ങൾ കടന്നു തിരിയും, വഞ്ചി മറിയും, ആകർഷിക്കും. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആപത്തുകളാണ് ഈ ദുര്യോധനൻ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാണ്ഡവർക്ക് കടക്കേണ്ട രണനദി, പാണ്ഡവരെ കൈപിടിച്ച് കടത്തിയ ശ്രീകൃഷ്ണൻ ഏത് നദിയാണോ പാണ്ഡവരെ കടത്തിച്ചത് ആ നദിക്ക് ജീവിതത്തിനോട് സാദൃശ്യം ധാരാളമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഭഗവത്ഗീതയിലെ ഈ യുദ്ധം എന്ന് പറയുന്നത് സാധാരണ യുദ്ധഭൂമിയിൽ വെച്ച് നടക്കുന്ന യുദ്ധമല്ല, ജീവിത സമരമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഭഗവത്ഗീത വായിക്കാനാണ് ഈ ധ്യാന ശ്ലോകത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് വെക്കാം. അല്ലാതെ ശ്രീകൃഷ്ണൻ അതിനോട് യുദ്ധം ചെയ്യുള്ളൂ എന്ന് പറയാനായിട്ട് ഗീതാ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഗീതാ ഉപദേശത്തിൽ ഇത്രയേറെ പ്രസക്തങ്ങളായ വേദാന്ത വിഷയങ്ങളൊന്നും ഉൾക്കൊണ്ടിരിക്കുന്ന വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ദുര്യോഗമല്ല, നേരെ മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു യുദ്ധം, നന്മകളും തിന്മകളും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തെ വിജയിക്കാൻ ആവശ്യമായ പ്രാക്ടീസ് എങ്ങനെ നേടണം എന്ന ഒരു തത്വം ആവിഷ്കരിക്കുന്ന കൃതിയാണ് ഭഗവത്ഗീത. ഞാൻ ആമുഖം. ഇനി ഭഗവത്ഗീതയിലെ കഥാപാത്രം ആയിട്ട് വളരെ കുറച്ച് ആളുകളുള്ളൂ. ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്, മറ്റൊന്ന് അർജുനനുണ്ട്, പിന്നെ സഞ്ജയനുണ്ട്, ധൃതരാഷ്ട്രനുണ്ട്. ധൃതരാഷ്ട്രർക്ക് 10ാമത്തെ ദിവസമാണ് ഈ ഗീത ഉദ്ദേശിക്കുന്നത്. ധൃതരാഷ്ട്രയ്ക്ക് അർത്ഥമാണ് ഭീഷ്മരും യുദ്ധഭൂമിയിൽ അറിഞ്ഞപ്പോഴാണ് വ്യാസഭഗവാൻ തന്നെ ചോദിക്കുകയാണ് ധൃതരാഷ്ട്രരോട്, അങ്ങക്ക് ഈ യുദ്ധം കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് ഒരു പ്രത്യേകമായ ദിവ്യചക്ഷുസ് തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാണുന്നു വേണ്ട, കേട്ടാൽ മതിയോ? അപ്പോൾ കേൾക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സഞ്ജയനുണ്ട്, ആ ദിവ്യചക്ഷുസ് സഞ്ജയന് കൊടുക്കുകയാണ്. അങ്ങനെ ആ സഞ്ജയൻ കണ്ട കാര്യങ്ങൾ ധൃതരാഷ്ട്രരെ ധരിപ്പിക്കുന്ന രീതിയിൽ എഴുതപ്പെട്ടതാണ് ഭഗവത്ഗീത എന്ന് കൂടി മനസ്സിലാക്കണം. അതായത് ലിംഗഭൂമിയിൽ കണ്ട കാര്യങ്ങൾ ഒരു ഇന്റർപ്രഷൻ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഫുട്ബോളൊക്കെ കണ്ട് കമൻട്രി പറയുന്ന ഒരാളില്ല, ആ കമൻട്രി പറയുന്ന ഒരാൾ എപ്രകാരമാണോ ആ കാര്യം നിർവഹിക്കുന്നത് അപ്രകാരം ഒരു കമൻറ്റേറ്ററുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സഞ്ജയൻ യുദ്ധഭൂമിയിലുണ്ടായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ധൃതരാഷ്ട്രരെ ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഭഗവത്ഗീത രൂപപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മഹാഭാരതത്തിൽ ഭീഷ്മ പർവ്വതനാണ്. ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായമാണ്, 700 ശ്ലോകങ്ങളാണ്.
അതിലാദ്യത്തെ അർജുന വിഷാദ യോഗം എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം വളരെ പ്രമുഖമായ അധ്യായമാണ്. ആരെയാണ് ഗീത അഭ്യസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗീത ഉപദേശം കേൾക്കാൻ ആർക്കാണ് യോഗ്യത എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് പറയുന്ന അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. അഗോപവാദ സഞ്ജയ ധൃതരാഷ്ട്രം ചോദിക്കുകയാണ്, കിം അഗോപവത, എന്താണ് ചെയ്യുന്നത്? ആര്? വാമക, എൻ്റെ ആളുകളും പാണ്ഡവന്മാരും ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്താണ് ചെയ്തത് എന്ന് പറയുക. അപ്പോൾ ധൃതരാഷ്ട്രൻ എത്രമാത്രം അഹംബോധമുള്ളതാണെന്ന് വെക്കണം. ഞാൻ എന്ന ഭാവമാണല്ലോ ഈ വാമക എന്ന് പറയുമ്പോൾ എൻ്റെ ആൾക്കാരെന്നാണ്. അപ്പോൾ ധൃതരാഷ്ട്രൻ അങ്ങേറ്റം സ്വാതന്ത്ര്യമായിട്ടാണ്, അഹംബോധമുള്ളതാണ്, എല്ലാം ഞാൻ എന്ന് കരുതുന്ന ഒരാളായിട്ടാണ് ധൃതരാഷ്ട്രനെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ദുര്യോധനൻ രംഗത്ത് ഈ സംഭവം നടക്കുന്നത് ഈ സേനകളങ്ങനെ നിരന്നു നിൽക്കുന്ന യുദ്ധഭൂമിയിലാണ്. കൗരവന്മാർക്ക് 11 അക്ഷൗഹിണി സൈന്യം നിരന്നു നിൽക്കുന്നുണ്ട്. എണ്ണം കൂടുതൽ അവിടെയാണ്, 11 അക്ഷൗഹിണിയാണ്. അത് സൈന്യം എന്ന് പറഞ്ഞാൽ ആന, കുതിര, തേര്, കാല ഇങ്ങനെയുണ്ട്. ഇവിടെ 7 അക്ഷൗഹിണി സൈന്യമാണ് പാണ്ഡവന്മാർക്കുള്ളത്. ഇപ്പം 2 കൂട്ടരും 2 ഭാഗത്തും അങ്ങനെ നിരന്നു നിൽക്കുന്നു. ഈ നിരന്നു നിൽക്കുന്ന സമയത്ത് ദുര്യോധനൻ കൗരവ സൈന്യത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ദുര്യോധനനാണ് ആദ്യം രംഗത്ത് വരുന്നത്. ദുര്യോധനൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പാണ്ഡവന്മാരുടെ ശക്തി എന്താണ്, കൗരവന്മാരായ നമ്മുടെ ശക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യം കാണുന്ന കാര്യം. അവിടെ ഭീഷ്മൻ മുതലായ ആളുകളാണ് നമുക്കുള്ളത്. അവിടെ കൃഷ്ണഗീത് ചെയ്താണ് കാശിരാജ്യത്ത് കുറേ ആളുകളുണ്ട്. കുറേ കേമന്മാരായ ആളുകൾ പാണ്ഡവന്മാരുടെ ഭാഗത്തുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഭാഗത്ത് എണ്ണം കൂടുതലുണ്ടെങ്കിലും കേമന്മാരായ ആളുകൾ ഭവാൻ ഭീഷ്മസ്ഥ കർമ്മസ്ഥ കൃപസ്ഥ അഭിനീജയ എന്ന് കുറച്ച് ആളുകളെ ഉണ്ട്. അപ്പോൾ ദുര്യോധനന്റെ ദുഃഖമാണ് ആദ്യം കാണുന്നത്. അതാരും എടുത്ത് പറഞ്ഞിട്ടില്ല. എന്താ ദുര്യോധനന്റെ ദുഃഖം? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന ഞങ്ങളുടെ ബലം, സൈന്യം എന്നർത്ഥം, അത് അപര്യാപ്തം, പോരാത്തതാണ്, മതിയാവാത്തതാണ്. ആരോട് യുദ്ധം ചെയ്യാൻ? പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ മതിയാകാത്തതാണ്, പോരാത്തതാണ് ഞങ്ങളുടെ സൈന്യം. അപ്പുറത്തോ പര്യാപ്തം അസ്മാകം ബലം ഭീമാവിക്ഷിതം. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ സൈന്യമാണെങ്കിലോ അതിന് പര്യാപ്തം ഉതകുന്നതാണ്, ഏത് സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ ഉതകുന്നതാണ് എന്നാണ് ദുര്യോധനന്റെ ദുഃഖം. ആദ്യം കാണുമ്പോൾ ദുര്യോധനന്റെ ദുഃഖമാണ്. എന്നിട്ട് ദുര്യോധനൻ പറയുന്നത് തന്റെ സൈന്യത്തോട് പറയുകയാണ്, നമ്മുടെ ഒരാളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്, നിങ്ങൾ മറക്കരുത്. ആരാണ് നമ്മുടെ ഒരേ ഒരാള്? ഭീഷ്മരാണ്. നമുക്ക് സൈന്യത്തിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിലും ആ സൈന്യത്തിൻ്റെ എല്ലാം നിലനിൽപ്പ് ഒരേ ഒരാളെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ആ ആൾക്ക് ചുറ്റും നിങ്ങൾ അയനേഷുള്ള ദിക്കുകളിലും എല്ലാ ദിക്കുകളിലും ഭീഷ്മനെ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കണം എന്ന് ദുര്യോധനൻ പറഞ്ഞ് ദുഃഖിതനായ ദുര്യോധനനാണെന്ന് പറയുന്നത്. അപ്പോഴാണ് അർജുനൻ ഒരു പുതിയ ആവശ്യവുമായിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വരുന്നത്. ഭഗവാനെ, എനിക്ക് ഈ സൈന്യമൊക്കെ ഒന്ന് നന്നായി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ,
ഉഭയോ മധ്യേ രഥം സ്ഥാപയ. രണ്ട് സൈന്യങ്ങളുടെയും നടുക്കായിട്ട് ആ രഥം ഒന്ന് നിർത്തൂ. അങ്ങനെ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ രണ്ട് സൈന്യങ്ങളുടെയും ഇടയിൽ ആ രഥം നിർത്തി. അർജുനൻ തേരിൽ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്ന് ആകെ ഒന്ന് നോക്കി, ആകെ ഒരു അവലോകനം ചെയ്തപ്പോൾ അവിടെ ആരും ശത്രുവിനെ കാണാൻ, ശത്രുവിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്, ശത്രുവിനെ കാണാനില്ല. ഭീഷ്മ പിതാമഹനെ കണ്ടു, ഗുരുനാഥനായ ദ്രോണരെ കണ്ടു, ശല്യരെ കണ്ടു, കൃപരെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു, സഹോദരങ്ങളെ കണ്ടു. ഇങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ശത്രുവായിട്ട് ആരുമില്ല. ഇത്രയായപ്പോൾ അർജുനൻ എങ്ങനെയുള്ള ആളാണെന്നുള്ള അറിയില്ല. എത്രയോ വീരദൂര പരാക്രമിയായിട്ടുള്ള ആളാണ് അർജുനൻ. എത്രയോ സൈന്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ട്, ഈ കൗരവ സൈന്യത്തോട് തന്നെ വിരാട് രാജ്യത്ത് വെച്ചോ ഏറ്റുമുട്ടിയിട്ട് ഒറ്റയ്ക്ക് അവരെ തോൽപ്പിച്ച് അയച്ചിട്ട ആളാണ് അർജുനൻ. ഗാന്ധിയോം എന്ന വിദ്യ കയ്യിലുള്ള ആളാണ് അർജുനൻ. വാശുബലം എന്ന അസ്ത്രം ശിവനോട് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് അർജുനൻ. ഇങ്ങനെ ധീരനും ശൂരനും പരാക്രമിയും ഒക്കെ ആയിട്ടുള്ള അർജുനനാണ് ഇപ്പോൾ യുദ്ധരംഗത്ത് വന്നിട്ട് പറയണു, എനിക്ക് ശത്രുവിനെ കാണാൻ കഴിയുന്നില്ല. ഇത് മുമ്പ് പറയാതിരുന്നില്ലേ നമുക്ക് തോന്നും. മുമ്പ് യുദ്ധം വേണമെന്ന് പറഞ്ഞ് യുദ്ധം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ദൂതനെ അയച്ചു നോക്കി. അങ്ങനെ ഒരു ഹൈക്കമ്മീഷണർ പോയി നോക്കി. ശ്രീകൃഷ്ണ ഭഗവാൻ പണ്ട് വിജയകൃഷ്ണമേനോന്നൊക്കെ നമ്മുടെ UN-ഓടൊക്കെ പോകുന്ന പോലെയാണ് സാക്ഷാൽ കൃഷ്ണൻ പോയത്. യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് പണ്ട് പോയതിന് വിജയകൃഷ്ണമേനോനുണ്ട്. പ്രഗത്ഭനായ വാഗ്മിയായ വിജയകൃഷ്ണമേനോനുണ്ട്. 7 മണിക്കൂർ സമയം നിരന്തരമായി പ്രസംഗിച്ചിട്ട് ഐക്യരാഷ്ട്രസഭയെ ഗിന്നസ് ബുക്കിൽ പേര് വന്ന ആളാണ്. ഭഗവാൻ അങ്ങനെ പോയി ദുര്യോധനോട് യുദ്ധം ഒഴിവാക്കാനായിട്ട് പരമാവധി പറഞ്ഞു. ദുര്യോധനൻ ഒരു വീട് കൊടുത്താൽ മതി എന്ന് വരെ പറഞ്ഞപ്പോൾ സൂചി കുത്തുന്ന സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ശ്രീകൃഷ്ണനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു. അപ്പോൾ വിശ്വരൂപം കാണിച്ചു. അങ്ങനെ പോന്ന കേസാണ്. ഇപ്പം ഭഗവാൻ ഇടപെട്ടിട്ട് കൂടി ഒരു സന്ധിയിലും സമാധാനത്തിലും എത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു യുദ്ധരംഗത്താണ് അർജുനൻ ഇപ്പോൾ വിളറി വെളുത്ത് എന്താ പറയുന്നത്? ശത്രുക്കളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, ശത്രുക്കളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, ഞാൻ ആരെയാണ്? ഇവരൊക്കെ കൊന്നിട്ട് എന്താ എനിക്ക് കിട്ടാൻ പോകുന്നത്? പാപമല്ലാതെ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഗുരുക്കന്മാരെ കൊന്നാൽ എന്താ ഉണ്ടാവുക? ഗുരുഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപത്തെ. അതുപോലെ തന്നെയല്ലേ സഹോദര ഹത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ അർജുനൻ ഓരോന്ന് ചിന്തിക്കുക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അർജുനൻ പറയണ്. എന്താണ് അർജുനൻ പറയണത്? എൻ്റെ ശരീരമാകെ ചീതന്തി മമ ഗാത്രാണി മുഖം ച പരിശിഷ്യതി. എൻ്റെ മുഖം അജാതവനെ ചുങ്ങുന്നു, വായ ഉണങ്ങുന്നു, ഗാത്രമാകെ ഇങ്ങനെ എന്താ പറയുന്നത് ചുരുങ്ങുന്നു, വേർക്കുന്നു, വേപച്ചു വിറയുണ്ടാവുന്നു, രോമഹർഷസ്ഥരാകട്ടെ ഈ ആദരനെ നേരാതെ പൊട്ടിത്തരികള പോലെ തോന്നുന്നു. ഗാന്ധിയോം ശ്രംസതേ ഹസ്താൻ, എൻ്റെ കയ്യിൽ നിന്ന് ഗാന്ധിയോം എന്ന വില്ല് താഴെ വീഴുന്നു. സ്വച്ഛൈവ പരിതയ്ക്കതെ, എൻ്റെ തോലാകെ ശരീരത്തിലെ തൊലിയാകെ ചുട്ടുകൊള്ളുന്ന പോലെ തോന്നുന്നു. നഹി ശക്തോമ്യ അവസ്ഥാതും, എനിക്കൊരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല നിമിത്താനി വിപരീതാനി പച്ചന്തി, ശകുനങ്ങളൊക്കെ വിപരീതങ്ങളായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞ് അർജുനൻ്റെ അടുത്തേക്ക്. ഇതിന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യായീകരണങ്ങൾ കൊണ്ടുവരും. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റേതായ ന്യായീകരണങ്ങളില്ല. ഞാൻ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേട്ടില്ലെങ്കിലോ,
കേട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എന്നെ അവമാനിച്ചെങ്കിലും ഇങ്ങനെ കുറേ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണമാണ് പിന്നെ പറയുന്നത് മുഴുവൻ അർജുനൻ. എന്താ ന്യായീകരണം പറയുന്നത്? ഈ മിത്രങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നാൽ പാപാണുണ്ടാവുക, ഈ ചോരയിൽ കുറിച്ച രാജ്യം എനിക്ക് ആവശ്യമില്ല, യുദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായ ഒന്നാണ്, യുദ്ധത്തിൽ പുരുഷന്മാരാണ് ധാരാളം മരിക്കുന്നവർ, പുരുഷന്മാർ മരിച്ചാൽ സ്ത്രീകളും കുട്ടികളും അനാഥരാകും, അങ്ങനെ സ്ത്രീകളും കുട്ടികളും അനാഥരായാൽ സ്ത്രീഷു ദുഷ്ടാസു ആത്മേയ ജായതേ വർണ്ണസങ്കര, അപ്പോൾ വർണ്ണസങ്കരം ഉണ്ടാകുന്നു. പിന്നെ വിവാഹം മുതലായ കാര്യങ്ങളിൽ ഈ ജാതി മുതലായ കാര്യങ്ങളൊന്നും പ്രസക്തമല്ലാതെയായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ വർണ്ണസങ്കരം വന്നു കഴിഞ്ഞാൽ കുലം നശിക്കുന്നു, കുലം നശിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിക്കുന്നു. അങ്ങനെ ഈ ലോകം തന്നെ ഒരു നാശത്തിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ ഞാൻ ഈ യുദ്ധരംഗത്തിലേക്ക് പിന്മാറിയാണ്. അപ്പോൾ എല്ലാ ആയുധത്തോടുകൂടി യുദ്ധം ചെയ്യാനായിട്ട് വന്ന് ശ്രീകൃഷ്ണൻ തേരാളിയായിട്ടുള്ള ഒരാൾ ശങ്കിക്കുന്നത് എന്താണ്? തൊട്ടടുത്ത് വെച്ച് വെക്കുന്ന കാല് ധൈര്യപൂർവ്വം വെക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്ന അർജുനൻ ഞാനും നിങ്ങളുമാണ്. നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളാണെന്ന് ധരിച്ചോളൂ. പ്രശ്നങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കൊക്കെയും എന്തുവരും? ഈ ചിന്ത വരും. വിനോബ ഭാവെ അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രവചനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് ഈ രംഗം അദ്ദേഹം ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോടതി, ആ കോടതിയിലെ ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ മകനാണ് കുറ്റവാളി കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. കൂട്ടിൽ നിർത്തിയിട്ട് പ്രതിഭാഗം വക്കീൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മജിസ്ട്രേറ്റ് ആ ചോദ്യം ചോദിക്കുന്ന ആളിൽ ഇടപെട്ടുകൊണ്ട് ഇവനെ ന്യായീകരിക്കാവുന്ന യുക്തികളൊക്കെ പറയുമെങ്കിൽ, സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ന്യായീകരിക്കാവുന്ന യുക്തികളൊക്കെ പറയുമെങ്കിൽ അതിന് തുല്യമാണ് അർജുനന്റെ വിഷാദം എന്ന് വിനോബ ഭാവെ പറയുന്നു. അതായത് മകൻ തെറ്റ് ചെയ്താലും മകനായതുകൊണ്ട് അംഗീകരിക്കാൻ വയ്യാത്ത അച്ഛൻ, സഹോദരന്മാർ തെറ്റ് ചെയ്താലും അത് അവസാന നിമിഷം അംഗീകരിക്കാൻ വയ്യാത്ത സഹോദരൻ, ഇതിൻ്റെ നമ്മളൊക്കെ ഈ അർജുനന്മാരാണ് നമ്മളെല്ലാവരും. അക്ഷരങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സ്വന്തമെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അയാൾ എൻ്റെ സ്വന്തക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാത്തത് പറയാൻ വരുമ്പോൾ അയാൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാത്തതൊന്നുമല്ല, അയാൾ എൻ്റെ ഒരു അന്യനായി പോയില്ലേ എന്ന് നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ തന്നെയാണ് ഈ അർജുനൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രത്യക്ഷങ്ങളായ പ്രതിസന്ധികളുടെ മുന്നിൽ എത്തുമ്പോൾ എല്ലാം മറന്ന്, സ്വത്വവും മറന്ന്, മമതാബോധം മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അധാർമികമായ ജീവിതവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അർജുനൻ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇത് ഒന്നാം അധ്യായത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അർജുനനോട് പറയുന്നുണ്ട്, രണ്ടാം അധ്യായം തുടങ്ങുന്നത് തം തഥാ കൃപയാദിഷ്ടം അശ്രുപൂർണ്ണാകുലേക്ഷണം വിഷീദന്തവിധം വാക്യം ഉവാച മധുസൂദന ഉവാച. മധുസൂദനൻ പറഞ്ഞു. ആരോട്? വിഷീദന്തനായ വിഷാദിച്ചു നിൽക്കുന്നവനായ അർജുനനോട് മധുസൂദനൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? പറഞ്ഞു ചോട വരുന്നുണ്ട്. ഈ വിഷാദിച്ചു നിൽക്കുന്ന അർജുനൻ എങ്ങനെയുള്ള ആളാണ്? കൃപയാവിഷ്ടൻ, കൃപ കൊണ്ട്, അതായത് ശത്രു സൈന്യത്തോട്
അനുകമ്പയുള്ളവനായി തീർന്നതുകൊണ്ട് ദുഃഖിക്കുന്നവർ. കൃപ അനുകമ്യം, കൃപയാവിഷ്ടം, അശ്രുപൂർണ്ണ ആകുലേക്ഷണം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അതിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ അനുകമ്പയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആകുലിതേന്ദ്രിയനായ അർജുനനോട് മധുസൂദനൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു എന്നല്ല പറഞ്ഞു, മധുസൂദനൻ എന്നാണ്. ഈ പറയുന്ന ആൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നത് വരണം. മധുസൂദൻ എന്ന് പറഞ്ഞാൽ മധു എന്ന അസുരനെ കൊന്നവനാണ് കൃഷ്ണൻ. മധു കൈടപ്പന്മാരെ 2 അസുരന്മാരുണ്ട്, അവരെ കൊന്നവനാണ്. അപ്പോൾ ആ ശത്രുവിനെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ് മധുസൂദൻ. ആ മധുസൂദനൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? കുതസ്ത്വാ കശ്മരവിധം വിഷമേ സമുപസ്ഥിതം അനാര്യപുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. അർജുന, ഇത് അകീർത്തികരമാണ്. അകീർത്തിക്കാൻ ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും സാധാരണ ഒരാൾക്ക് ചേർന്നതല്ല, ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടൊക്കെ അനാര്യവിഷ്ടം, ആര്യന്മാർക്കൊന്നും ചേർന്നതല്ല ഇത്, അനാര്യന്മാർക്ക് ചേർന്നതാണിത്. സാധാരണക്കാർക്കൊന്നും ഇത് ചേർന്നതല്ല. ഈ അസാധാരണമായിട്ടുള്ള അധമത്വം ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് ചേർന്നതാണ്. കുതസ്ത്വ കശ്മലമിതം, നീ എന്താ ഇങ്ങനെ കശ്മലനെ പോലെ ആവണം. വിഷമേ സമുപസ്ഥിതം, ഈ ആകെ ഒരു വിഷമസന്ധിയിൽ അകപ്പെട്ട പോലെ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ. ഇതൊന്നും ഒരു സാധാരണ ഉത്തമമായ മനസ്സുള്ളവർക്ക് ചേർന്ന ഒരു കാര്യമല്ല, കഴിയില്ല. ഇതൊക്കെ വീണ്ടും പറയണം. അപ്പൊ അർജുനൻ പറയണം, ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തമ. അതുകൊണ്ട് അർജുനൻ ഒരു കാര്യം ചെയ്യും. ഹൃദയദൗർബല്യം, ഹൃദയത്തിന് ഉണ്ടായ ഈ ദുർബലതയുണ്ടല്ലോ, ഈ ദുർബലത ഉപേക്ഷിക്കുക. ത്യക്ത്വാ, എന്നിട്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കുക. നീ ആരാണെന്നറിയോ? പരന്തവനാണ്. പരന്തവൻ എന്ന് പറഞ്ഞാൽ പരനെ തപിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. പരനെ ഇല്ലാതെയാക്കാൻ വേണ്ടി വന്നാൽ പരനെ, ശത്രുവായ പരനെ ഇല്ലാതാക്കാൻ വേണ്ടി ജനിച്ചവനാണ് നീ എന്നറിയും. നിന്റെ വീര്യം നിന്നിലുണ്ട് എന്ന് നീ മനസ്സിലാക്കൂ. എന്നിട്ട് ഈ രാമായണത്തില് ഹനുമാൻ അവസാനം ഈ ലങ്കയിലേക്ക് ചാടുന്നതിന് മുൻപാണ്. ആരാണ് ലങ്കയിലേക്ക് ചാടാനുണ്ടാവുക എന്നുള്ള വേവലാതിപ്പെടുകയാണ്. അപ്പോൾ ഓരോ വാനരന്മാരും പറയും 50 യോജന ഞാൻ ചാടാം, 70 യോജന ഞാൻ, ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട്. അവസാനം ഒരു വാനരൻ പറഞ്ഞു 100 യോജന ഞാൻ അങ്ങനെ ചാടാം, ഇവിടെ ചാടാൻ ഉണ്ടാവില്ല. ഇങ്ങനെയാൾ കിട്ടിയായിരിക്കുമോ? അപ്പോഴാണ് ജാമ്പവാൻ ഇങ്ങനെ തെരഞ്ഞു നടന്നപ്പോഴാണ് ഹനുമാൻ ഇങ്ങനെ താഴ്ച കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹനുമാനോട് ചോദിച്ചു, നീ ആരാണെന്ന് നിനക്ക് അറിയൂ? നിന്റെ മഹത്വം എന്താണെന്ന് നിനക്ക് അറിയോ? എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് നീ? എന്തെല്ലാം സൂര്യൻ്റെ നേരെ കൂടി വയറോട്ട് പൊങ്ങിയവനല്ലേ? സൂര്യൻ പളാണെന്ന് ധരിച്ചിട്ട് അത് പറിച്ചെടുക്കാൻ വേണ്ടി നേരോട്ട് പൊങ്ങിയിട്ടവനല്ലേ നീ? കഴിവുകളൊക്കെ നിന്നിൽ ഉണ്ടായിരിക്കെ നീ എന്താ ഇങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹനുമാൻ ഒന്നങ്ങനെ പൊങ്ങി. അതിന് പഴയ ആ രൂപമില്ല, വർദ്ധിത ശരീരങ്ങൾക്ക് കല്യാണമന്ത്രിയിലോ അറിയിക്കുന്ന പോലെ അതിമനോഹരമായ രൂപത്തോടുകൂടി ഈ ഹനുമാനുണ്ടാവും. അപ്പോൾ ഈ ശക്തി അർജുനനുണ്ടെന്ന് കൃഷ്ണൻ അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, നീ പരന്തവനാണ്, നിന്നിൽ വലിയ ശക്തിയുണ്ട്, ശത്രുക്കളെ മുഴുവൻ വിഹരിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായ നിസ്സാരമായ ഈ ഹൃദയ ദൗർബല്യം അത് ഉപേക്ഷിക്കും. എന്നിട്ട് തെറ്റുക, അത് ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ. അപ്പോഴും അർജുനൻ പറയാണ്, അപ്പോഴും അർജുനന് ബോധം വരുന്നില്ല.
അദ്ദേഹം പറയാണ് കഥം ഭീഷ്മമഹം സാഖ്യേ ദ്രോണം ച മധുസൂദന വിശുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവ് ഹരിസ്കന്ദന അല്ല ഹരിസൂദന അഹം കഥം ഭീഷ്മമഹം സാഖ്യേ സാഖ്യത്തെ യുദ്ധത്തിൽ ഭീഷ്മനെ അഹം ഞാൻ കഥം പഥ്യേ ഞാൻ എങ്ങനെയാണ് ഭീഷ്മപിതാമഹനെ കൊല്ലേണ്ടത്. ആരെ ഭീഷ്മപിതാമഹൻ? മുത്തച്ഛനാണ്, രണ്ടാമത് ഗുരുനാഥനാണ്, കുലകൂടത്തനാണ്. അങ്ങനെയുള്ള ഒരാൾ ഞാൻ എങ്ങനെയാണ് കൊല്ലേണ്ടത്? ഭീഷ്മ കഥം ഭീഷ്മമഹം സാഖ്യേ ദ്രോണന്റെ മധുസൂദന ഇഷുഭി അമ്പുകളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? എനിക്കത് സാധിക്കാൻ തോന്നുന്നില്ല എന്ന് കൃഷ്ണനോട് വീണ്ടും അവകാശിക്കുന്നു. കൃഷ്ണനൊക്കെ ഇങ്ങനെ ഇണക്കി പറിച്ചിട്ടും അർജുനൻ ഇങ്ങനെ പഴയ രൂപത്തിൽ തന്നെ നിൽക്കുക. മാത്രമല്ല പിന്നെ പറയണത് ഗുരുനഹത്വ മഹാനുഭാവാൻ ശ്രേയോ ഭൂമിക്കും ഭക്ഷ്യമീഹയോക്കെ ഗുരുനാഥന്മാരെ കൊന്നിട്ട് കിട്ടുന്ന ശ്രേയസിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കലാണ്. ഭിക്ഷ എടുത്ത് ഞാൻ ജീവിക്കണം. കാരണം എന്താ വെച്ചാൽ ഗുരുനാഥന്മാരെ കൊന്നിട്ട് കിട്ടുന്ന ആ ഒരു സ്വർഗമാണെങ്കിൽ സ്വർഗം കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ ഭിക്ഷ എടുത്ത് വേണമെങ്കിൽ ജീവിക്കണം എന്ന് വീണ്ടും അർജുനൻ ആ പഴയ നിലയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വീണ്ടും അർജുനൻ വീണ്ടും പറഞ്ഞ് ഒന്നാണ് അർജുനൻ പറയാണ് എൻ്റെ സ്ഥിതിക്ക് എന്താണെന്ന് ഞാൻ അങ്ങോട്ടാ പറയാം. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢേവ യശ്രേയ ത്വാം നിശ്ചിതം ഊഹിതന്റെ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രസന്നം. ഈ അവസ്ഥയിലാണിപ്പോൾ നമ്മളൊക്കെ എത്തേണ്ടത്. എന്താ അവസ്ഥ? അദ്ദേഹം പറയണം ഞാൻ രണ്ട് കാര്യങ്ങളുള്ളവനായി മാറിയിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. ഒന്ന് കാർപ്പണ്യ ദോഷോപഹത സ്വഭാവം. കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ കൃപണൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനിയാണ്. കൃപണസ്യ ഭാവ കാർപ്പണ്യം. കൃപണന്റെ സ്വഭാവം എന്തോ അതാണ് കാർപ്പണ്യം. അജ്ഞത്വം അതായത് അജ്ഞാനം. ആ അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് ഉപഹതമായ നിറഞ്ഞ ശരീരത്തോടു കൂടിയവനായി മനസ്സോട് കൂടിയവനായി എൻ്റെ സ്വഭാവം മുഴുവൻ അജ്ഞാനം കൊണ്ട് നിറഞ്ഞുപോയിരിക്കുന്നു. രണ്ടാമത് ധർമ്മസമ്മൂഢചേത. ധർമ്മം എന്താണ് എന്ന് അറിയായിക കൊണ്ട് ഞാനാകെ അവിവേകിയായി മാറിയിരിക്കുന്നു. ശരിയായ ധർമ്മം എന്താണ്, ശരിയായ അധർമ്മം എന്താണ് എന്ന് വിവേചിച്ചറിയാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പൊ രണ്ട് കാര്യം അർജുനൻ പറയുന്നത്. ഞാൻ അജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിൽ ആകെ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ധർമാധർമ്മ വിവേചന ശക്തിയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ജ്ഞാനജ്ഞാനയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഒരു പ്രതിസന്ധിയാണ് അർജുനൻ ഇപ്പൊ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചാണ്. ഇരുട്ടിലകപ്പെട്ടിരിക്കുന്ന ഒരാളെ പോലെയാണ് അർജുനൻ ഇപ്പോൾ. ഇവിടെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? ആ ഇരുട്ടുമുറിയിൽ നിന്നുള്ള മോചനത്തിന് ആവശ്യമായ വെളിച്ചം. അതാണ് ഇപ്പോൾ അർജുനന് വേണ്ടത്. ഇതാണ് ഒരു കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറയാൻ സംഗതി. കൃഷ്ണന്റെ മുമ്പിൽ പരമാവധി അങ്ങനെ താൻ നിൽക്കുകയാണ്. ഒന്നായിട്ട് ശിഷ്യസ്നേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് നിൽക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ശ്രേയസ് എന്താണെന്ന് വെച്ചാൽ അത് ദ്രോഹി പറയും. അങ്ങ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ നന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുന്നിലിതാ നിൽക്കുന്നു. എന്തായിട്ട്? പ്രപന്നനായിട്ട്, ശരണം പ്രാപിച്ചവനായിട്ട്, അങ്ങയെ ശരണം പ്രാപിച്ചവനായിട്ട് ഞാൻ ഇതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു.
അർജുനൻ എന്ന കഥാപാത്രത്തെ നമ്മൾ പഠിക്കേണ്ടത്. അർജുനൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ വളർച്ച ഒരു ഗ്രാഫ് വച്ചാൽ എങ്ങനെയിരിക്കും? ശൂരവീരപരാക്രമിയായിട്ട് വന്ന അർജുനൻ ഉന്നതമായ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ മമതാബോധം കൊണ്ട് തൻ്റെ ആളുകളാണെന്നുള്ള ബോധം കൊണ്ട് തീരെ അജ്ഞാനത്തിലേക്ക് വീഴുകയും ആ അജ്ഞാനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഭഗവാന്റെ തൃക്കൈ പിടിച്ച് മുന്നിലേക്ക് വരികയും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചന ഈ ശ്ലോകത്തിൽ കിട്ടും. അതായത് ഒരാൾ എപ്പോഴും ഉപദേശത്തിന് അർഹനാവുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ഞാൻ അജ്ഞനാണ് എന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ, ഞാൻ ധർമാധർമ്മ ചിന്തയില്ലാത്തവനാണ് എന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ, എനിക്കൊരു ഗുരു വേണം എന്ന് ബോധ്യപ്പെടുന്നതാണ് എനിക്ക് ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ് പ്രാചീനരായ ആചാര്യന്മാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഗുരു എന്ന് പറയുന്ന ആള് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവനാവുന്നല്ലോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഇനി ശ്രീകൃഷ്ണൻ്റെ റോളാണ്. ഇനി ഇവിടുന്നാണ്ട് ശ്രീകൃഷ്ണൻ്റെ റോളാണ്. ശ്രീകൃഷ്ണൻ പറയാണ്, നീ പറഞ്ഞതൊക്കെ കിടക്കട്ടെ, നീ ഇപ്പം ഇങ്ങനെ കരയുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, അധികം പാകുലനാകുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഭഗവത്ഗീതയിലെ 11ാമത്തെ ശ്ലോകം, 2ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം മുതൽക്കേ ഗീത തുടങ്ങുന്നു. ഗീത അതുപോലെ അവിടെ തുടങ്ങുന്നു. അതുവരെയുള്ള ഗീതയുടെ ഉപോദ്ഘാതം, ആരംഭം. ശങ്കരാചാര്യ സ്വാമികൾ ആ ശ്ലോകം മുതൽക്ക് 11ാമത്തെ ശ്ലോകം മുതൽക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളൂ, അദ്ദേഹത്തിന് ഭാഷ്യം എഴുതിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളതൊക്കെ അദ്ദേഹം സംഗ്രഹിച്ച് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാസത്തെ ഗതാസൂൻ അഗതാസൂൻ ച അനുശോചന്തി പണ്ഡിത. ഇപ്പോൾ പറയുന്ന കാര്യം ഇതേ കാര്യമാണ്. അശോച്യാൻ അന്വശോചത്വം, കരയേണ്ടാത്തവരെ കുറിച്ച് നീ കരയുന്നു, കരയേണ്ടതില്ലാത്തവരെ കുറിച്ച് നീ കരയുന്നു. എന്നിട്ടോ പ്രജ്ഞാവാദാംശ ഭാഷത്തെ, അറിവുള്ളവനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടില്ല. ഈ കരയുന്നത് ആർക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ കരയേണ്ടാത്തവർക്ക് വേണ്ടി നീ കരയുന്നു. അശോച്യാൻ അനുശോചനം. അശോച്യാൻ എന്ന് പറഞ്ഞാൽ ശോചിക്കേണ്ടാത്തത്. അപ്പോൾ തീരെ കരയേണ്ടാത്തവർക്ക് വേണ്ടിയാണ് നീ കരയുന്നതൊക്കെ. എന്നിട്ടോ അറിവില്ലാത്തവനെ പോലെയല്ല നീ സംസാരിക്കുന്നത്. പ്രജ്ഞാവാദാംശ ഭാഷത്തെ, നല്ല അറിവുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. എനിക്കത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ നീ കൃത്യമായിട്ട് പറയും. പണ്ഡിതനാണെങ്കിൽ അനുശോചനം, പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും ദുഃഖിക്കില്ല. എന്ത് കണ്ടിട്ട്? ഗതാസൂൻ അഗതാസൂൻ, ഈ ഇവിടുന്ന് പോകുന്നവരെ കുറിച്ചോ പോകാതിരിക്കുന്നവരെ കുറിച്ചോ വരുന്നവരെ കുറിച്ചോ ഒന്നും ആരും കരയാറില്ല. ഈ ലോകത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ, വന്നുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാലചക്രത്തിൻ്റെ ഭ്രമണത്തിൽ വരുന്ന കാര്യങ്ങൾ എന്നല്ലാതെ ഇതൊന്നും കരയേണ്ടതായ കാര്യങ്ങളല്ല. ആയാതം ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം, അലം വൃഥ ഖേദന മോദനാഭ്യോ അലംഘനീയ കമലാസനന്യ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആയാതം ആയാതം, വരുന്നതൊക്കെ വരും. നമ്മൾ തടഞ്ഞാൽ നിൽക്കുമോ? വരരുതെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ഒരു ക്ലാസ്സിൽ കുട്ടികളോട് കടക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. മാസ്റ്റർ എനിക്ക് എൻ്റെ അനുഭവമുണ്ട്, കടക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അല്ലാതെ ജീവിതത്തിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ നിൽക്കുമോ? ആയാതം ആയേണം. അപ്പോൾ വരുമ്പോൾ എന്താ നമുക്ക് നല്ലത്? അതിനോടനുസരിക്കുക, അങ്ങോട്ടെ എന്ന് പറയാം. ഗതം ഗതം, പോണത്
സർവം ഉപേക്ഷണ ഈ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ തന്നെ പൊയ്ക്കോട്ടെ. അലം വൃഥ വേദന മോദനം. വരുമ്പോൾ മോദിക്കേണ്ട, സന്തോഷിക്കേണ്ട, പോകുമ്പോൾ ഖേദിക്കുകയും വേണ്ട. എന്താ കാരണം? അലംഘനീയ കമലാസനാജ്ഞ. കമലാസൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ കൽപ്പന, വിധിയുടെ കൽപ്പന അലംഘനീയമാണ്. വിധിവിഹിതം ഏവനും ലംഘ്യമരുത് ഏവനും. ഇതാണ് കാര്യം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. അശോച്യ അന്യശോചത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിത. പിന്നെ അവിടെ നമ്മൾ ഉപദേശത്തിൻ്റെ രൂപം, പല രൂപത്തിലുള്ള ഉപദേശങ്ങളാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്താണെന്നാണ് പറയുന്നത്. അതിൽ ശൈശവുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണം. ഇതില് ശൈശവം പോയിട്ട് ബാല്യം വരുന്നത് നമ്മൾ ആരെങ്കിലും അറിയാറുണ്ടോ? എൻ്റെ ശൈശവം പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയാറുണ്ടോ? ബാല്യം പോയിട്ട് കൗമാരം വരുമ്പോൾ എൻ്റെ ബാല്യം പോയി എന്ന് പറഞ്ഞ് അറിയാറുണ്ടോ? കൗമാരം പോയിട്ട് യൗവനം വരുമ്പോൾ എൻ്റെ കൗമാരം പോയി എന്ന് പറഞ്ഞ് അറിയോ? യൗവനം പോയിട്ട് വാർദ്ധക്യം വരുമ്പോൾ എൻ്റെ യൗവനം പോയി എന്ന് പറഞ്ഞ് അറിയോ? വാർദ്ധക്യം പോയിട്ട് മരണം വരുമ്പോൾ എന്തിനാ പിന്നെ കഴിയുന്നത്? അതതിൻ്റെ ഒരു ക്രമമാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. അതതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ക്രമമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദുഃഖത്തിൻ്റെ വല്ല അവകാശവുമുണ്ടോ? ഇതാണ് ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ശീര്യതേ ഇത് ശരീരത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശീര്യതേ ഇത് ശരീര. നശിക്കുന്നതെന്നോ അതാണ് ശരീരം. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം നശിക്കുന്നു എന്ന് ഓർത്തിട്ട് എന്തിനാണ് നാം ദുഃഖിക്കുന്നത്? ശരീരമേ നശിക്കുന്നുള്ളൂ. ദേഹി എന്ന് പറയുന്ന ഒന്നുണ്ട്, ആത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് നശിക്കുന്നില്ല. അതിൻ്റെ പ്രത്യേകത നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം വേദയന്തി ആപോ ന ശോഷയതി മാലിക. ആത്മാവിനെ പ്രകൃതി ശക്തികളൊന്നും ബാധിക്കില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി. ശസ്ത്രം ആയുധം കൊണ്ട് അതിനെ കുറിക്കാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. പാവക എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ചൈനം വേദയന്തി ആപോ. അപ്പച്ച വെള്ളമാണ്. വെള്ളം കൊണ്ട് അതിനെ നനയ്ക്കാനും പറ്റും. ആ ശോഷയത്തി മാറുക. കാറ്റ് കൊണ്ട് അതിനെ ഉണക്കാനും പറ്റും. അപ്പോൾ പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടൊന്നും സാധ്യമാകാത്ത ഒരു കാര്യമാണ് ഈ ആത്മാവിൻ്റെ നാശം എന്ന് പറയുന്നത്. ആത്മാവ് അവിനാശിയായിട്ടുള്ളതാണ്. ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ, ദേഹി നശിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവൻ ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ജനിച്ചവന് ധ്രുവൻ തീർച്ചയായും മൃത്യുവുണ്ട്. മരിച്ചവന് തീർച്ചയായും ജനനവുമുണ്ട്, പുനർജന്മം. തസ്മാൻ അതുകൊണ്ട് അപരിഹാര്യ അർത്ഥേ പരിഹരിക്കാൻ കഴിയാത്ത ഈ കാര്യത്തിൽ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നഷ്ടം ചോദിക്കും അർഹത്തി. നീ ഒരിക്കലും ദുഃഖിക്കാൻ അവസരം. അപ്പോൾ ദേഹിയും ദേഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പിന്നെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും. അവിടെ ഭീഷ്മരായിട്ട് കാണുന്നതും ദ്രോണരായിട്ട് കാണുന്നതും ഒക്കെ ദേഹങ്ങളും ദേഹികളുമാണല്ലോ. അത് എപ്പോഴായാലും മരിച്ചു പോകുന്നതാണ്. ആ മരിച്ചു പോകുന്നതിന് ഓരോ കാരണം ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ആ കാരണത്തെക്കുറിച്ച് ഓർത്തിട്ട് അത് ഞാനാവുമല്ലോ എന്ന് ഓർത്തിട്ട് എന്തിനാ ദുഃഖിക്കുന്നത്? അല്ലെങ്കിലും ഒന്ന് മരിച്ചു പോകാൻ. ഇങ്ങനെ ഈ ദേഹിയുടെയും ദേഹത്തിൻ്റെയും അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ അർജുനന് വിശദമായി പറഞ്ഞു കൊടുത്തു. ജ്ഞാനത്തിൻ്റെ വഴി ഉപദേശിച്ചു കൊടുത്തു. കുറച്ചു നേരം അർജുനൻ്റെ തലയിൽ കയറുന്നുണ്ടോ ഇല്ലെന്ന് സംശയം.
അപ്പോൾ അതൊക്കെ ഈ കർമ്മത്തിൻ്റെ വഴിയിലേക്ക് പോയാലോ എന്നാലോചിക്കും ഭഗവാൻ. ഇതൊക്കെ രണ്ടാം അധ്യായത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഇടകലവന്ന് കാണും. രണ്ടാം അധ്യായത്തിന് മാത്രം പ്രത്യേകത എന്താണ്? പിന്നെ കർമ്മത്തിൻ്റെ മാർഗം എന്താണ്? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യലാണ്. അത് നമ്മുടെ സ്വധർമ്മമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ സ്വധർമ്മമാണ്. ആ കർമ്മം എന്ന് പറയുന്നത് ഒരു യജ്ഞമായിട്ട് നമ്മൾ ചെയ്യണം. യജ്ഞമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, യജ്ഞം എന്ന് പറയുമ്പോൾ സാധാരണ യജ്ഞം എന്ന് പറഞ്ഞാൽ സ്വഭാവനയില്ലാതെ കാമ്യഭാവനയില്ലാതെ ചെയ്യപ്പെടുന്ന ഒന്നാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രാധാന്യമില്ല, കർമ്മത്തിനെ പ്രാധാന്യം. അതാണ് ഈ ഭഗവാൻ പറഞ്ഞല്ലോ, കർമ്മണ്യേവ അധികാരത്തെ മാ പരേഷു കഥാചന. ഫലത്തിൽ ഈ ആഗ്രഹിക്കുന്നത് കർമ്മം ചെയ്യണം എന്ന ആ ഭഗവാന്റെ ആ സിദ്ധാന്തം എത്രയോ വാദപ്രതിവാദങ്ങൾക്ക് വിഷയമായിട്ടുള്ളതാണ്. ഈ പറയുന്നത് ശരിയാണോ? കർമ്മം ചെയ്തോ ഫലം ഉണ്ടാവണ്ടേ, ഫലം ഉണ്ടാവണ്ടേ? ഫലമില്ലാന്ന് ഭഗവാൻ പറഞ്ഞില്ല. ഏത് കർമ്മം ചെയ്താലും ഫലം ഉണ്ടെന്നില്ല പറഞ്ഞപ്പോൾ. പറഞ്ഞതെന്താണെന്ന് മനസ്സിലാവാത്തത് ആളുകൾ ഇങ്ങനെ ശ്രമിക്കുകയാണ്. പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫലത്തെ ആഗ്രഹിക്കേണ്ട. എനിക്ക് ഇത്ര ഉറപ്പിയാണ് കിട്ടുക ഈ കർമ്മം ചെയ്താലും പറഞ്ഞിട്ട് നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ആ കർമ്മത്തിൻ്റെ ഫലം സീമിതമാണ്. അത് ചുരുക്കാം, സീമിതം. നേരെ മറിച്ച് ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മത്തിനാണെങ്കിലോ അസീമിതമായ കർമ്മ ഫലങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം. ഈ കുചേരൻ ദ്വാരകയിലേക്ക് പോയി. ഒരു പിടി അവനെ കൊണ്ടുപോയി. ഭാര്യ നിർബന്ധം കൊണ്ടാണ് അവനെ കൊണ്ടുപോയത്. എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചില്ലെങ്കിൽ മോശമല്ലേ? അവിടെ ചെന്നു എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു, എന്തെങ്കിലും ചെയ്തോ, കൃഷ്ണമല്ലോ ചോദിച്ചു. ബ്രാഹ്മണന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു, ഭാര്യയെക്കുറിച്ച് ചോദിച്ചു, കുട്ടികളെക്കുറിച്ച് ചോദിച്ചു. ഒന്നും ചോദിച്ചില്ല. കൃഷ്ണന്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചില്ല. എന്നിട്ട് മടങ്ങി വന്നപ്പോൾ എന്തുണ്ടായത്? അസീമമായ ഫലം. ഭാഗ്യഭ്രമം വേണ്ടിയ വന്നിരോ ഞാൻ സ്വർഗത്തിനൊക്കെ ഗ്രഹമാരുടേവാൻ. അത് തോന്നി. അപ്പോൾ കർമ്മത്തിന് നമ്മൾ അധികാരികളാണ്. ഫലം എന്ന് പറയുന്നത് തനിയെ വന്നു ചേരുന്ന ഒന്നാണ്. അത് വന്നു ചേരാതിരിക്കില്ല. അപ്പം എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായും ത്യാഗോജ്ജലമായും കർമ്മത്തിൽ ഏർപ്പെടുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക എന്നൊക്കെ യാതൊരു സംശയം. അങ്ങനെ കർമ്മം ഒരു യജ്ഞമാക്കി മാറ്റാനുള്ള ആ ഉപദേശവും കൊടുത്തു. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അർജുനൻ അത് മുഴുവനായിട്ടാവില്ല. അപ്പോൾ അവിടെ സ്ഥിരപ്രജ്ഞൻ്റെ ദർശനം വരുന്ന സന്ദർഭമാണ്. അവിടെ യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതിരിഷ്യതി തഥാ ഗത്വാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രോതസ്യ. ഇവിടെ പറയുന്ന കാര്യം വെച്ചാൽ യഥാതേ മോഹകലിലം ബുദ്ധി, നിന്റെ മോഹത്തിന് അധീനമായി തീർന്നിട്ടുള്ള ബുദ്ധി. മോഹം എന്ന് പറഞ്ഞാൽ സാധാരണ ആഗ്രഹത്തിന് അർത്ഥത്തിലുള്ള മോഹമല്ല. ഈ എല്ലാം ഏതാണ്ടൊരു എന്താ പറയുക, അജ്ഞാനത്തിൻ്റെ അവസ്ഥയും മോഹം പറയുന്നത്. ഒരു അജ്ഞാനത്തിൻ്റേത് പോലുള്ള ഒരവസ്ഥ മോഹം. ആ മോഹത്തിൽ നിന്ന് നിന്റെ മനസ്സ് ഇനിയും ഉണരുന്നില്ലെങ്കിൽ, ഉണർന്നാലോ ഉണരുകയാണെങ്കിൽ നിന്റെ മനസ്സ് ഈ അവിവേകത്തിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന്, മോഹത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നിർവേദം ഉണ്ടാവും. അതാ യഥാർത്ഥ നിർവേദം. നിർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോട് പ്രത്യേക താല്പര്യമില്ലാത്ത അവസ്ഥയാണ് നിർവേദം. അതാണ് ഈ അദ്വൈത ചിന്തയുടെ പ്രധാനമായ ഭാഗമാണ്. എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച്, ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ഹൃദയത്തിലേക്ക് ഒതുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ അദ്വൈതത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. അത്തരം ഒരു നിർവേദാവസ്ഥയിൽ നീ എത്തും. കേട്ടതിനെക്കുറിച്ചും കേൾക്കാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായ ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അർജുനൻ ശരിയാവില്ല. അപ്പോൾ ശ്രുതി പ്രതിപന്നാത്തെ എന്ന് പറയുന്നത് ഇതാ
സ്ഥാസ്യതി നിശ്ചല യഥാ സ്ഥാസ്യം നിശ്ചല സമാധാവ അചരാബുദ്ധി തഥാ യോഗോ അവാപ്തി. ഇതിൻ്റെ ബുദ്ധി ഇപ്പോൾ ശ്രുതിവിപ്രവചനാണ്. അതായത് ശ്രുതിജ വേദം വേദവിധങ്ങളായ പല കാര്യങ്ങളും പറഞ്ഞത് കേട്ട് ഇതിൻ്റെ മനസ്സാകെ ഇപ്പം അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് വിട്ട് ഇതിൻ്റെ മനസ്സ് അചലമായി നിന്നാൽ സ്ഥിരമായി നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ യോഗം സിദ്ധിക്കും. അപ്പോൾ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. സ്ഥിരമായി ബുദ്ധി നിൽക്കുക എന്നാണ് ഭഗവാനെ പറഞ്ഞത്. സ്ഥിരമായി നിൽക്കുക, അചലാബുദ്ധി. അചല പർവ്വതം പോലെ ബുദ്ധി അങ്ങനെ നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥ വരാം. പക്ഷെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ബുദ്ധി ഇങ്ങനെ സ്ഥിരമായി നിൽക്കുന്നൊരവസ്ഥ വന്നാൽ നിനക്ക് ഇതാ യോഗം ലഭിക്കുന്നു പറയുമ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ഈ ബുദ്ധി സ്ഥിരമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ദർശനം എന്ന് പറഞ്ഞ് 18 ശ്ലോകങ്ങൾ. അതിൽ അർജുനന്റെ ചോദ്യമാണ് ആദ്യത്തെ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത പ്രചേത കിം. അർജുനൻ ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞന്റെ എങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞന്റെ സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ സമാധിസ്ഥനായിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞന്റെ ബുദ്ധി, പ്രജ്ഞന്റെ ബുദ്ധിയാണ് അത് സ്ഥിരമായ ഒരാളുടെ. അപ്പോൾ ബുദ്ധി സ്ഥിരമായി വർദ്ധിക്കുന്ന ഒരാളുടെ അയാൾ എങ്ങനെയാണ് ഇരിക്കുക, അങ്ങനെ അയാൾ എങ്ങനെയാണ് നടക്കുക, അയാൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നത് വന്നല്ലോ. സ്ഥിതപ്രജ്ഞത്തെ ഭാഷ അയാൾ എങ്ങനെ സംസാരിച്ചു, സ്ഥിതീക്കും പ്രഭാഷയല്ല. അയാളുടെ രൂപം സാധ്യത എന്തായിരിക്കും, അയാൾ എങ്ങനെ സംസാരിക്കുന്നവരായിരിക്കും, ഈ മാസികയിൽ അയാൾ എവിടെ ഇരിക്കുക, അയാൾ എങ്ങനെ നടക്കുക ഇതായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ. അതായത് സ്ഥിതപ്രജ്ഞനെ കണ്ടാൽ അറിയാവുന്ന ഒരു ലക്ഷണം, ഒരു ഐഡന്റിഫിക്കേഷൻ. ആ ആളെ കണ്ടാൽ അത് സ്ഥിതപ്രജ്ഞനാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ വല്ല അടയാളവും ഉണ്ടോ എന്നാണ്. പിന്നെ അതിൻ്റെ മറുപടിയാണ് ഭഗവാൻ പറയുന്നത്, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനസ്തുഷ്ട പ്രശാന്തി. ഒരാൾ സമാധിസ്ഥനാവണമെങ്കിൽ, സ്ഥിതപ്രജ്ഞനാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് പ്രജഹാതി യഥാ കാമാൻ, കാമാൻ പ്രജഹാതി, എല്ലാ കാമങ്ങളെയും അയാൾ സർവാൻ കാമാൻ പ്രജഹാതി, എല്ലാ കാമങ്ങളെയും അയാൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അത് പറയുമ്പോൾ നമുക്കിപ്പോൾ എളുപ്പം തോന്നില്ലേ? കാമങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു സാധനം ഈ കാമം എന്ന് പറയുന്നത്. എന്ത് കണ്ടാലും നമുക്ക് കിട്ടണമെന്നൊരു തോന്നലിട്ടാണ് കാമം എന്ന് പറയുന്നത്. അല്ലാണ്ട് വിശാലമായ അർത്ഥത്തിലുള്ളത് കാമം എന്ന് പറയുന്നത്. അല്ലാണ്ട് സങ്കുചിതമായ അർത്ഥത്തിൽ ഉപയോഗിക്കുക, വളരെ വിശാലമായ അർത്ഥത്തിൽ എല്ലാം തന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ കാമം. അത് ഉപേക്ഷിക്കാനാണ് പ്രജഹാതി യഥാ കാമാൻ സർവാൻ. ആ ആഗ്രഹങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക? മനോഗതാൻ, മനസ്സിലുണ്ടാകാവുന്ന എല്ലാവിധ കാമനകളെയും നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയണം ആദ്യം. ഇപ്പോൾ എല്ലാ പണിയുണ്ട്. ഈ കാമനകൾ ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് നമ്മളെ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ് പുറമേ കാണുന്ന ഈ ബാഹ്യലോകത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ണിലൂടെ ചെവിയിലൂടെ ഒക്കെ വരികയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ആദ്യം അടയ്ക്കണം. ഇന്ദ്രിയങ്ങളെ ആദ്യം അടയ്ക്കുമ്പോൾ ലോകം പിന്നെ ഉള്ളിലേക്ക് വരില്ല. അങ്ങനെ ലോകം ഉള്ളിലേക്ക് വരാതെ മനസ്സിൻ്റെ കാമനകളെ അടക്കണം. ഇന്ദ്രിയാണി പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. പിന്നെ ആത്മനീയേവ ആത്മ
ആത്മനസ്തുഷ്ട. ആത്മനി ആത്മാവിൽ ആത്മാവിനെ കാണും. ഏതാത്മാവിനെ കാണണം? സ്വന്തം ആത്മാവിൽ പരമാത്മാവിനെ ധ്യാനരൂപത്തിൽ കാണണം. വ്യക്തികൾ പറഞ്ഞില്ലേ, അഗ്രേ വയ്ക്കാമെന്ന് പറഞ്ഞില്ലേ, അഗ്രേന്ന് പോരാ, ഉള്ളിൽ തന്നെ സ്പർശിക്കാം കാണണം. അപ്പോൾ സാക്ഷാൽ പരമാത്മസ്വരൂപനായ ഈശ്വരനെ സ്വന്തം ഉള്ളിൽ കണ്ടുകൊണ്ട് അതും ഇതും ഒന്നാണെന്നുള്ള ആ ഒരു ആനന്ദാനുഭൂതി എനിക്കുണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് ബുദ്ധിക്ക് സ്ഥിരത്വം ഉണ്ടാവുക. ഈ രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് കേട്ടിട്ടാണ്. അദ്ദേഹം അങ്ങേറ്റത്തെ വലിയ ഭക്തനാണ്. കാളി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. കാളിഘട്ടിലെ പൂജാരിയാണ്. അപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഈ ഇന്ദ്രിയാനുഭൂതി ഉണ്ടാവും, ഈ അനുഭൂതി ഉണ്ടാവുക. അദ്ദേഹം സാക്ഷാൽ കാളിയെ നേരിട്ട് കാണും. ആ ആത്മസംതൃപ്തി ഉണ്ടാവുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പൊട്ടിച്ചിരിക്കും, നൃത്തം ചെയ്യും. എന്നൊക്കെ അനുഭവം ഉണ്ടാവാം. ഭാവസമാധി എന്ന് എനിക്ക് പേര് പറയാം. ആ ഭാവസമാധി എന്ന പ്രത്യേകത ഉണ്ടാവണം. എങ്കിൽ നിനക്ക് സ്ഥിരപ്രജ്ഞനാവണം. അപ്പോൾ പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനസ്തുഷ്ട പ്രശാന്തി അധികരിച്ചു. ഇത് ഒരു ശ്ലോകം. ഇനി അടുത്ത് പറയുന്നത് ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീ പുലിവേശന. സ്ഥിതധി സ്ഥിരബുദ്ധി, ധീരബുദ്ധി. അപ്പോൾ സ്ഥിതധിയായ മുനി ആണ് എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. എങ്ങനെയുള്ള ആൾ? ദുഃഖേഷു ദുഃഖങ്ങളിൽ അനുദ്വിഗ്നമന, അനുദ്വിഗ്നമാകാത്ത മനസ്സ്, ഉത്കണ്ഠപ്പെടാത്ത മനസ്സ്, അങ്കരാപ്പില്ലാത്ത മനസ്സ്. ദുഃഖം വരുമ്പോൾ അങ്ങനെ അതിനോട് ചേർന്നങ്ങനെ പോകുന്ന മനസ്സായ ഭൂതൻ. ദുഃഖം വരുമ്പോൾ അവിടെ നിർത്താം, വരട്ടെ, അവിടെ നിർത്താം. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു സുഖങ്ങളിൽ വിഗതസ്പൃഹ, അതിനോട് താല്പര്യം ഉണ്ടാവും, അതിനോട് ആസക്തി ഉണ്ടാവും. അപ്പോൾ സുഖങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും ഒരേ മനോഭാവം വേണം ബുദ്ധിക്ക്. അതിന് മാത്രം പോരാ. വീത രാഗ ഭയ ക്രോധ. രാഗം ഉണ്ടാകുമ്പോഴും ഭയം ഉണ്ടാകുമ്പോഴും ക്രോധം ഉണ്ടാകുമ്പോഴും ആർക്കാണോ ബുദ്ധി മനസ്സിനെ അതിൽ നിന്ന് വിടർത്തിയിട്ട് ബന്ധപ്പെടാതെ ചിന്തിക്കാൻ കഴിയുക, അയാൾ തികഞ്ഞു. സുഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ. ഇങ്ങനെയുള്ള ഒരാൾ വൈകാരി കാളിദാസൻ പറയും. അദ്ദേഹത്തിന് കുമാരസംഭവത്തിൽ എനിക്ക് പറയും, ആരാണ് ധീരൻ എന്ന് ചോദിച്ച് ഉത്തരം പറയാണ്. വികാരഹേതൗ സതി വിക്രിയന്തേ യേഷാമ്മ ചേതാംസി സ ഏവ ധീര, സ ഏവ ധീര. അയാളാണ് ധീരൻ. എങ്ങനെയുള്ളത്? വികാരഹേതൗ സതി വിക്രിയന്തേ. വികാരം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുമുണ്ട്. എന്നിട്ടും ഒരാൾക്ക് വികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അയാളാണ്. അപ്പൊ ചുറ്റുപാടുകളെ മറന്ന് തന്നിൽ തന്നെ ലയിക്കുന്നവനാരോ അയാളാണ് ധീരൻ, അയാളാണ് സ്ഥിരത്തി. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇത് പറയണു. നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശങ്കരാചാര്യ ഭജഗോവിന്ദത്തിൽ പറഞ്ഞത് കാമം, ക്രോധം, ലോകം, മോഹം എന്നൊക്കെ ശങ്കരാചാര്യ ഭജഗോവിന്ദത്തിന് ശ്ലോകമായി. ആ സാധനത്തെക്കുറിച്ചാണ് പിന്നെ ഭഗവാൻ വിശദമായിട്ട് എന്ന് പറയുന്നത്. കാമം, ക്രോധം, ഇത് രണ്ടെണ്ണം, മൂന്നെണ്ണം. കാമം, ക്രോധം, ലോകം.
ഇത് മൂന്നും നരകത്തിൻ്റെ വാക്കിലാണെന്ന് ഗീതയിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത്. ഈ കാമം എങ്ങനെയാണ് ഉണ്ടാവുക, ക്രോധം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ വലിയ ശോകം ധ്യായതോ വിഷയാൻ പുംസ സംഗഃ തേഷു ഉപജായതേ സംഗാൽ സംജായതേ കാമ കാമാൽ ക്രോധോപജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശ ബുദ്ധിനാശാൽ വിശദീകരിച്ചത്. വിഷയാൻ പുംസ വിഷയാൻ ധ്യായത. പുംസാച്ചാൽ കുമാരന്മാർ നമ്മുടെ മനുഷ്യരെ ധരിക്കാം. മനുഷ്യരെ ഏതെങ്കിലും ഒരു വിഷയത്തെ ധ്യാനിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ സുഖസാമഗ്രിയായിട്ട് എന്തിനെയായാലും വിരോധമില്ല, നമുക്ക് വേണമെന്ന് നമുക്ക് തോന്നലാണ് ഈ ധ്യാനിക്കൽ. അതിന് ലളിതമായ ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ ഒരു പ്രദർശനത്തിന് പോകുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാനും എൻ്റെ കുടുംബം പ്രദർശനത്തിന് പോകുന്നത് നിങ്ങളങ്ങനെ പോയി ഓരോ സ്റ്റോളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്റ്റോളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റോളാണ്. അവിടെ പുതിയ തരം മിക്സിയുണ്ട്, ഗ്രൈൻഡറുണ്ട്, പലതരം സാധനങ്ങൾ അവിടെ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ നടന്നു. കൂടെയുടെ കുടുംബം നടത്തുന്നു. അവർക്കെന്തോ അതിലെന്തോ ഒരു സാധനത്തോട് താല്പര്യം. അപ്പോൾ ടി വി കാണാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ടി വി കാണാൻ ഇരിക്കുക തന്നെ ഓർത്തേക്കുള്ളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് വാങ്ങിയ കൊള്ളാമെന്ന് മനസ്സിലുണ്ടായിട്ടാണ് അവിടെ നിന്നു പോകും. അപ്പോൾ ജായതോ വിഷയാൻ പുംസ, ആ വിഷയത്തെ മനസ്സിൽ ധ്യാനിച്ചു. ധ്യാനിക്കാന്നുള്ളത് മാറ്റി ധ്യാനിക്കുന്ന പോലെ ധരിച്ചിട്ട് വേണ്ട. ആ വിഷയം നല്ല മനസ്സിലേക്ക് കടന്നുകൂടി. പിന്നെ അങ്ങനെ കടന്നുകൂടി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ലീഫ്ലെറ്റുകളൊക്കെ ഉണ്ട്. ആ ലീഫ്ലെറ്റ് എടുത്തുമായിട്ട് നോക്കി അപ്പോൾ അതിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കി. അങ്ങനെ വന്നപ്പോൾ സംഗ്രഹ, അതിനോട് കൂടുതൽ അടുപ്പുണ്ട്. സംഗ്രഹ തേഷു ഉപജായതേ, അതിനോട് കൂടുതൽ മനസ്സങ്ങ് അടുത്തുപോയി. അതില്ലാതെ നീങ്ങിയ വയ്യാതെ സംഘാൽ സംജായതേ കാമം. ആ സംഖ്യ ഉണ്ടായപ്പോൾ അതിനോട് അത്രയേറെ മത്സരം വന്നപ്പോൾ അത് കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹം വന്നു. കാമം കാമാൻ ക്രോധോഭിജായതേ, കാമമുണ്ടായി, ആഗ്രഹം ഉണ്ടായി. ഭർത്താവിനോട് പറഞ്ഞു ആ വ്യക്തി വാങ്ങണം, നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ ടി വി വാല്യൻ്റെ കടം തോന്നിട്ടില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് പോരേ ഇത് എന്ന് ചോദിച്ചു. അതെ അവർ ചെയ്ത ബുദ്ധമോ. അപ്പോൾ എന്തായി, നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കൊടുത്ത് പറയും, നിങ്ങളുടെ പ്രത്യേക സ്വഭാവമാണ് അത് എന്ന് പറയും. ക്രോധം ഉണ്ടാതെ. അപ്പം എന്തിനാണ് ക്രോധമായത്? ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് ഈ ക്രോധം വരുന്നത്. ആഗ്രഹം ഏത് രൂപത്തിലുള്ള ആഗ്രഹമായാലും അത് നടക്കാതെ വരുന്ന സമയത്ത് ക്രോധമുണ്ടാകുന്നു എന്നുള്ളതാണ് ക്രോധത്തിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4 പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ. അതിലൊന്ന് കാമമാണ്. ആ ആഗ്രഹം സാധിക്കാനായിട്ടാണ് അർത്ഥം പറഞ്ഞത്, സമ്പത്ത്. ഈ ആഗ്രഹം സാധിക്കുന്നത് എങ്ങനെ വേണം? ധാർമ്മികമായിട്ട് വേണം, ധർമ്മമാർഗത്തിൽ വേണം ഈ സാധിക്കൽ. ഇത് പണ്ടേ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം അങ്ങനെയൊന്നും അല്ല പോവാണ്. അത് വേണം എനിക്ക്, അത് സാധിക്കും എനിക്ക്, അതിൻ്റെ സാമ്പത്തികത്തിൽ എനിക്കുണ്ടോ, അത് അത്യാവശ്യമായുള്ള സാധനമാണോ, അങ്ങനെ നോക്കൊന്നുമില്ല. എനിക്കത് വേണം തോന്നി, അത് തരാൻ പറ്റില്ലാതെ ദേഷ്യം വന്നു. കാമക്രോധോഭിജായതേ. ഈ കോപത്തിനെന്താ കുഴപ്പമെന്നറിയോ? ക്രോധാൻ ഭവതി സമ്മോഹ. ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് സമ്മോഹമാണ്, ഒരുതരം മോഹം, ബുദ്ധിയൊന്നും പ്രവർത്തിക്കാത്തൊരവസ്ഥ.
വിവേകമില്ലാത്ത അവസ്ഥ. മുന്നിൽ നിൽക്കുന്നത് മകനാണോ, അച്ഛനാണോ, ഭർത്താവാണോ ഒന്നും നോക്കില്ല. കിട്ടിയത് എന്താ വെച്ചാൽ അതുകൊണ്ട് എടുത്ത് അടിക്കുകയാണ്. എന്താ കാരണം അറിയോ? വിവേകം നശിച്ചു പോയിരുന്നു. സമൂഹം സമൂഹ സ്മൃതി വിഭ്രമമാണ്. സ്മൃതി ഓർമ്മേനെ പോയി. ബുദ്ധി ഭ്രമിച്ചാൽ ബുദ്ധിനാശം. ബുദ്ധി പോയി. ബുദ്ധിനാശാൽ കുഞ്ചൻനമ്പ്യാരുടെ ഓട്ടംതുള്ളലിലെ നവജീവിതം ഓട്ടംതുള്ളലിലെ ഒരു കഥാപാത്രമുണ്ട്, ഒരു നായകനുണ്ട്. നമ്പ്യാരുടെ കഥാപാത്രത്തിൽ പട്ടന്മാരും നായന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഭാഗം അറിയാവുന്നുണ്ടാവില്ല. വൈദ്യുതിയായ ഇങ്ങനെ അപ്പോൾ അതിലെ ഒരു നായകൻ, അതായത് നായകൻ വിശന്നു വരന്നു വരികയാണ്. വയലിൽ പണിയെടുത്തത് കാലത്ത് വേർത്ത് കുളിച്ച് ഒട്ടിച്ച് വരിക പോകും. അപ്പം ഇവിടെ എന്താണെന്നറിയോ? കഞ്ഞി വെച്ചത് കൂടിയില്ല. എന്തേ കഞ്ഞി വെക്കാത്ത ചോദിച്ചപ്പോൾ അരി നിങ്ങൾ കൊണ്ടുവന്നില്ലോ എന്ന് ഭാര്യ പറഞ്ഞു. വായക്കഞ്ഞിക്ക് അരി കിട്ടിയില്ല. അപ്പം അത് പറഞ്ഞതോടുകൂടി നായർക്കെന്തായി? ഇഞ്ചി മൂത്തു എന്ന് നമ്മൾ പറയുന്നു. ശുദ്ധിയൊന്നും നായകൻ്റെ ജീവിതം പറയോ? അരകൻ്റെ അടുത്ത് അരി നേരിട്ട് അടിക്കാനൊന്നും പറ്റില്ലോ. അരകൻ്റെ അടുത്ത് കിടത്തിട്ടു, അമ്മിപ്പോഴും എടുത്ത് മാറ്റിയിട്ടു. ഇങ്ങനെ നമ്മൾ കിട്ടിയ വടി കൊണ്ട് ഒന്ന് കൊടുത്തു. കെട്ടിയ പെണ്ണിന് വടി കൂടാതെ കിട്ടിയ വടി കൊണ്ട് ഒന്ന് കൊടുത്തു. അതുകൊണ്ട് അരിശം തീരാൻ അവന് പുലയുടെ ചുറ്റും വണ്ടി നടന്നു. നോക്കാം, ക്രോധത്തിൻ്റെ പ്രത്യേകത. ഈ ക്രോധം അവനോട് എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞു, ലക്ഷ്മണോപദേശത്തിൽ ക്രോധം പരിത്യജിക്കണം ബുധജനം. ബുദ്ധി കാണുന്നത് വേണം, ക്രോധം പരിത്യജിക്കണം. ഇങ്ങനെ ആപത്തുകളെ കുറിച്ച് ഓരോന്നായിട്ട് എണ്ണി ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? അറിവ് സമ്പാദിക്കുന്ന ഒരു മാർഗമുണ്ട്, ജ്ഞാനയോഗം. അതായത് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് അങ്ങനെ മോക്ഷത്തിലേക്ക് കടക്കുന്നതിന് വഴി. അത് എല്ലാവർക്കും പറ്റില്ല, കാരണം അത് ക്ലേശമുള്ള വഴിയാണ്. അത് ഈ കഠോപനിഷത്തിലൊക്കെ പറയും, സുരക്ഷധാര, സുരക്ഷ കത്തിയുടെ വായ്ത്തലയിൽ പോയി നടക്കണം പോലെ ക്ലേശകരമായ പണിയാണത്. അതുകൊണ്ട് അത് എളുപ്പമല്ല. അപ്പം പിന്നെ ഏതാണ് നല്ലത്? കർമ്മയോഗമാണ്. അത് കർമ്മം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ കർമ്മയോഗം അതെങ്ങനെ ചെയ്യാം? കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു വന്നാൽ ഫലാപേക്ഷ കൂടാതെ, പരീക്ഷ കൂടാതെ കർമ്മം ചെയ്യണം. അങ്ങനെ ഓരോ കർമ്മവും ഭഗവാനുള്ള അർപ്പണമായി കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അതിലൂടെ നമുക്ക് ഈ ഐക്യം നേടിയെടുക്കാം. അത് പറ്റില്ല കഴിഞ്ഞാൽ ധ്യാനയോഗമുണ്ട്. ഗീതയിലെ രാജകൃഷ്യ യോഗം എന്ന് പറയുന്നത് ധ്യാനയോഗമുണ്ട്. അതായത് ഏകാന്തമായ സ്ഥലത്ത് ഇരുന്ന് പത്മാസനത്തിലിരുന്ന് യുവന്നിരുന്ന് ഈ പ്രാണായാമം കൊണ്ടൊക്കെ വരുത്തി അങ്ങനെ ഈശ്വരനെ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന സമ്പ്രദായമുണ്ട്. അതാവാം. ഇതില്ലെങ്കിൽ ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോഗത്തിലാകുമ്പോൾ എളുപ്പമാണ്. കാരണം വെച്ചാൽ അത് കംപ്ലീറ്റ് സറണ്ടറാണ്. ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒട്ടുമില്ല ഒരുപാട് സാധാരണ പറയാം ഈ ഭക്തിയോഗത്തെ എങ്ങനെയാണ് പറയാറുള്ളത്? ഒക്കത്തിരിക്കുന്ന ഉണ്ണീന്നാ പറയാം. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഒക്കത്തിരിക്കുന്ന ഉണ്ണിയാണ്. നമ്മുടെ ഒക്കത്തിരിക്കുന്ന ഉണ്ണിയുടെ പ്രത്യേകത എന്താണെന്ന് പറയും. ഉണ്ണിക്കൊന്നും പേടിക്കണം. കാരണം ഉണ്ണി അവിടെ നിന്ന് തിരികെ പണിയൊക്കെ ചെയ്താലും അമ്മ താങ്ങിക്കോളുന്നൊരു ഉറപ്പുണ്ട്. ഭക്തിയോഗത്തിൻ്റെ ഉറപ്പതാണ്. നമ്മൾ ഭഗവാൻ നമ്മളെ ഉച്ചരിച്ചാൽ മതി, ഭഗവാൻ നമ്മളെ ഒന്ന് ഉച്ചരിച്ച് അതായത് മനസ്സിൽ നമ്മൾ അറിയാതെ ഉച്ചരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാമത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ഉച്ചരിച്ച് വന്നാൽ നമ്മൾ ഉച്ചരിക്കാതെ തന്നെ മനുഷ്യനിങ്ങനെ ഉച്ചരിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് എളുപ്പമായിട്ട് അവസ്ഥയാണ്. അത് സ്വീകരിക്കണം. ജ്ഞാനയോഗമാവാം,
കർമ്മയോഗമാവാം, ധ്യാനയോഗമാവാം, ഭക്തിയോഗമാവാം. ഇതിൽ ഏത് യോഗമായാലും അർജുന സ്വീകരിക്കാം. പ്രശ്നം എന്താച്ചാൽ ജീവിതത്തിൻ്റെ മുന്നിൽ കാണുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള വഴി എന്താണെന്നുള്ളതാണ്. അതിന് വെറും ഭൗതികമായ മാർഗങ്ങൾ മാത്രം പോരാ, ആത്മീയമായ ഒരു മാർഗത്തിൻ്റെ സഹായവും കൂടി ആവശ്യമാണെന്നതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്ന തത്വം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ പറയുന്നത്? ഞാൻ മുഖ്യതരമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വളരെ ഗഹനങ്ങളായ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഈ ഗഹനങ്ങളായ വിഷയങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ കേട്ടിട്ട് ഇത് ശ്രീകൃഷ്ണനല്ലേ പറഞ്ഞത് എന്ന് ധരിച്ച് ചെയ്യരുത്. നല്ലപോലെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ യഥേച്ഛസി കഥാകുരു, നിങ്ങൾക്ക് ഇച്ഛയ്ക്കനുസരിച്ച് തൃപ്തമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവത്ഗീത എങ്ങനെയാണ് ഈ കാലത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഇത് ജീവിത പ്രവാഹമാണ്. ആ ജീവിത പ്രവാഹത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പാറക്കെട്ടുകളും ഒഴുക്കുകളും തിരമാലകളും ചുഴികളുമൊക്കെ എങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ആത്മീയമായ മനസ്സിൻ്റെ ദൃഢതയോടുകൂടിയ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് കടന്നു പോകാനുള്ള ധൈര്യം ലഭിക്കുകയുള്ളൂ. ഭഗവാൻ സമുദ്രം കയറാനുള്ള ധൈര്യം ലഭിക്കുന്നത് എൻ്റെ മനസ്സിന് ശ്രീരാമചന്ദ്രനുണ്ട് എന്ന ബോധം, എൻ്റെ മനസ്സിൽ ശ്രീരാമചന്ദ്രനുണ്ട് എന്ന ബോധം കൊണ്ടാണ് ഹനുമാനിൽ 100 യോജന ചാടാൻ സാധിക്കുന്നത്. അതുപോലെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഈ ആത്മബോധം ഉണ്ടാകുമ്പോഴാണ്. എന്നിൽ സാക്ഷാൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ട്, എന്നിൽ സാക്ഷാൽ ഭഗവാന്റെ സഹായം എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം വരുന്ന രീതിയിൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് പ്രതിബന്ധങ്ങളൊക്കെ നിസ്സാരങ്ങളായിട്ട് മാറുന്നത്. വിനോദ സ്വാമിയാരുടെ കഥയിൽ പറയും. വിനോദ സ്വാമിയാർ ചേർന്ന് പത്ത് ചിന്താമണിയുടെ അടുത്തേക്ക് പോകുമ്പോൾ രാത്രി അർദ്ധരാത്രിയായപ്പോൾ ഇത് ഭക്തനാണല്ലോ. അർദ്ധരാത്രി ഉണങ്ങനെ കിടക്കുമ്പോൾ ഒരു വലിയ പെരുമ്പാമ്പാണ് കിടക്കുന്നത്. അദ്ദേഹം പെരുമ്പാമ്പിനെ കുറച്ച് പിടിച്ചിട്ടല്ല അക്കരെ കടന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് പാമ്പ്. അദ്ദേഹം തെന്നുകടിയാകുമ്പോൾ പുല്ലുകടിയാണെന്ന് വിചാരിച്ചിട്ട് കടന്നത്. അതാണ് ഭഗവാൻ. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഭഗവത് കൃപയില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്ന് കാര്യം നിശ്ചയില്ല. കാരണം ഭഗവാനാണ് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളത് ഭഗവാനാണെന്ന് അറിയുന്നില്ല എന്ന് മാത്രമേ. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്, എൻ്റെ ശരീരത്തിലെ രക്തം ഓടുന്നത്, എൻ്റെ ഹൃദയം മിടിക്കുന്നത് ഒക്കെ എൻ്റെ മിടിക്കൊള്ളൊന്നല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നടത്തുന്ന ഒരാളെ എൻ്റെ ഉള്ളിലുണ്ട്. എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുകയും എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുകയും എൻ്റെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട്, ബുദ്ധിയെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ശക്തിവിശേഷം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ശക്തിവിശേഷത്തിന് പ്രാണനെന്നോ ജീവനെന്നോ ആത്മാവെന്നോ എന്ത് പേര് വിചാരിക്കുക. ആ ശക്തിവിശേഷത്തിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും കഴിയില്ല. അതിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ ആത്മീയമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലെ നമുക്ക് ആ അറിവ് വ്യക്തമായിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ സാമാന്യമായിട്ട് ഭഗവത്ഗീത എന്താണ്, അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നൊരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അത് നല്ലപോലെ ആയിരുന്നു എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത്രയും സമയം കിട്ടി സംസാരിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നില്ല. അത് സാധിപ്പിച്ച ഭഗവാനാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ എല്ലാ ഭഗവാനോട് പറയാൻ പാടില്ല. എൻ്റെ എല്ലാ വാക്കുകളും ഞാൻ ഭഗവാൻ സമർപ്പിക്കുന്നു. അദ്ദേഹം തന്ന ആ ശക്തിയുടെ പേരിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും എൻ്റെ അഭൈതവമായ നന്ദി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.